സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങയുടെ സഭയിൽ വിവാഹിതരാകാൻ ആഗ്രഹിക്കുകയും വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അറിയുവാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഈ സഹോദരിമാരെ സഹോദരന്മാരെ ഒക്കെ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ സഭയിൽ ഇവർ രൂപം കൊടുക്കുവാൻ പോകുന്ന കുടുംബം വേണ്ടത്ര അറിവോടും ഒരുക്കത്തോടും ഒക്കെ ആ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇവരെ അങ്ങ് ഒരുക്കുന്നുവല്ലോ, സഹായിക്കുന്നുവല്ലോ. ഈശോയെ, ഈ വിവാഹ ഒരുക്ക കോഴ്സിൽ പങ്കെടുക്കുന്നവർക്ക് അതിൻ്റേതായ നന്മകൾ പ്രദാനം ചെയ്യണമേ. അവരുടെ ജീവിതത്തിൽ ലഭിക്കുവാനിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുടെ മുന്നോടിയായി ഈ ക്ലാസ്സുകൾ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. ഇവരെയും ഇവരുടെ മാതാപിതാക്കളെയും ഇവരുടെ ജീവിത പങ്കാളികളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഈ ക്ലാസ് അങ്ങ് തന്നെ നയിക്കുവാൻ അങ്ങേ പരിശുദ്ധാത്മാവിനെ നിയോഗിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഒരു സ്വാഗതാശംസയാണ്. ഒരു റോസപ്പുഷ്പം തന്നുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു സ്വാഗതാശംസയാണ് ഞാൻ ആദ്യമേ നൽകുന്നത്. ഈ സ്വാഗതം നിങ്ങളെല്ലാവരും സ്വീകരിച്ച് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. മാസ്ക് ഇട്ട മുഖത്തിനടിയിൽ ചിരിയുണ്ടെന്ന് എനിക്കറിയാം. മാസ്ക് ഇട്ട മുഖത്തിൻ്റെ അടിയിൽ സന്തോഷമുണ്ടെന്ന് എനിക്കറിയാം. ആ സന്തോഷം ഞാൻ നിങ്ങളെല്ലാവരുടെയും മുഖത്ത് കാണുന്നുമുണ്ട്, മാസ്ക് ഉണ്ടെങ്കിൽ പോലും. അങ്ങനെയുള്ള സന്തോഷവാന്മാരും സന്തോഷവതികളും ഉന്മേഷവാന്മാരും ഉന്മേഷവതികളുമായിരിക്കുവാൻ നിങ്ങൾക്ക് എപ്പോഴും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഒരുപക്ഷെ അരുണച്ചൻ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും, പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടാവും. കത്തോലിക്കാ സഭയുടെ വിവാഹ നിയമങ്ങൾ എന്നുള്ളൊരു വിഷയമാണ്. എന്ന് പറഞ്ഞാൽ വിവാഹത്തെ സംബന്ധിച്ച കത്തോലിക്കാ സഭയുടെ കാഴ്ചപ്പാട് തിരുസഭയുടെ നിയമങ്ങളിൽ തന്നെ ഉള്ളത് നാം മനസ്സിലാക്കുകയാണ്. കത്തോലിക്കാ സഭയുടെ വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തിരുസഭയുടെ നിയമങ്ങളിലൂടെ എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുത്തിരിക്കുന്നത്. സഭയുടെ കാഴ്ചപ്പാടാണ് വിവാഹ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അറിയേണ്ടതായിട്ടുള്ള ചില പൊതു കാര്യങ്ങളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾ കേട്ടാൽ മതി. പ്രാരംഭത്തിൽ കത്തോലിക്കാ സഭയും സഭയുടെ നിയമസംഹിതകളും, പ്രത്യേക അനുവാദം വേണ്ട ചില വിവാഹങ്ങൾ, വിവാഹത്തിൻ്റെ ഒരുക്കം, വിവാഹത്തിന് ആവശ്യമായ നിയമരേഖകൾ, മനസ്സമ്മതം, വിവാഹം വിളിച്ചു ചൊല്ലൽ, വിവാഹത്തിൻ്റെ വിവരണം, വിവാഹ വിവരണത്തിലെ മുഖ്യമായ ആശയങ്ങൾ, വിവാഹത്തിൻ്റെ സത്താപരമായ സവിശേഷതകൾ, വിവാഹം കൂദാശയാകുന്നതിനുള്ള വ്യവസ്ഥകൾ, മിശ്രവിവാഹവും മതാന്തര വിവാഹവും, വിവാഹത്തിൻ്റെ സാധുത, അസാധുവാകാവുന്ന വിവാഹങ്ങൾ, 3 ഗണം പൊതു കാരണങ്ങൾ, നിയമപരമായ പരിഹാര മാർഗങ്ങൾ. ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾ പേടിച്ചു പോകുമൊന്നും വേണ്ട. ഇങ്ങനെ എഴുതി വരുമ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുക. പക്ഷെ മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ വളരെ എളുപ്പമാണ്. നമുക്കിതിൻ്റെ പ്രാരംഭഘട്ടത്തിലേക്ക് പോകാം. ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിൽ പൊതുവായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കി തന്നതിന് ശേഷം കത്തോലിക്കാ സഭയും സഭയുടെ നിയമസംഹിതകളും. കത്തോലിക്കാ സഭയിലെ ലത്തീൻ സഭയ്ക്കും പൗരസ്ത്യ സഭകൾക്കും അങ്ങനെ 2 ഗണങ്ങളുണ്ട് കത്തോലിക്കാ സഭയിൽ. ലത്തീൻ സഭയും പൗരസ്ത്യ സഭകളും. നമ്മളെല്ലാവരും ഈ 2 സഭയിലെ അംഗങ്ങളായിട്ട് ചിലർ ക്ലാസ്സുകളിൽ വരാറുണ്ട്. ലത്തീൻ സഭയിലെ അംഗങ്ങളും ചിലപ്പോൾ ക്ലാസ്സിൽ വരാറുണ്ട്, പൗരസ്ത്യ സഭകളിലെ അംഗങ്ങളും വരാറുണ്ട്. ലത്തീൻ സഭ ഒന്നേ ഉള്ളൂ. പൗരസ്ത്യ സഭകൾ 23-24 എണ്ണത്തോളം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇത്രമാത്രം 23, ഇതിനകത്ത് 22 ഉള്ളൂ. 23 പ്രാദേശിക സഭകൾ ലോകത്തിലെല്ലായിടത്തും ഉണ്ട്. പൗരസ്ത്യ സഭകൾ എന്തെങ്കിലും ആകട്ടെ, ലത്തീൻ സഭ ഒന്നും ഈ 23 പൗരസ്ത്യ സഭകൾക്കും കൂടി അവരുടേതായ നിയമസംഹിതയുണ്ട്. ലത്തീൻ സഭയ്ക്ക് ഒരു നിയമസംഹിത, പൗരസ്ത്യ സഭകൾക്ക് എല്ലാറ്റിനും കൂടി ഒരു നിയമസംഹിതയുണ്ട്. ആ നിയമസംഹിതകളിലെ വിവാഹത്തെ സംബന്ധിക്കുന്ന കാര്യമാണ്, കത്തോലിക്കാ സഭയെ സ്പർശിക്കുന്ന വിവാഹത്തെ സംബന്ധിക്കുന്ന നിയമമാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. നമ്മൾ ലത്തീൻ സഭയുടെ നിയമസംഹിതയെ കാനൺ നിയമസംഹിത, കോഡ് ഓഫ് കാനൺ ലോ എന്ന് വിളിക്കുന്നു. അങ്ങനൊരു പുസ്തകമുണ്ട്, ടെക്സ്റ്റ് ഉണ്ട്. പൗരസ്ത്യ സഭകളുടെ നിയമസംഹിതയെ കോഡ് ഓഫ് കാനൺസ് ഓഫ് ദ ഈസ്റ്റേൺ ചർച്ചസ്, പൗരസ്ത്യ സഭകളുടെ നിയമസംഹിത എന്ന് വിളിക്കുന്നു. അങ്ങനെ 2 നിയമസംഹിതകൾ കത്തോലിക്കാ സഭയിലുണ്ട്. വിവാഹ കൂദാശയെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളിൽ എല്ലാം സെയിമാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ 2 നിയമസംഹിതകൾ തമ്മിലുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ
വിവാഹത്തെ സംബന്ധിച്ച പൊതുവായ നിയമങ്ങളാണ്. സഭ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കത്തോലിക്കാ സഭയിലെ 2 നിയമസംഹിതകളുണ്ട്. ലത്തീൻ സഭയുടേതൊന്നും പൗരസ്ത്യ സഭകളുടേതും മറ്റൊന്നും. പൗരസ്ത്യ സഭകളിൽപ്പെട്ട സീറോ മലബാർ സഭ, സീറോ മലങ്കര സഭ എല്ലാം പൗരസ്ത്യ സഭകളാണ്. നമ്മളിൽ ബഹുഭൂരിപക്ഷം പേരും അതിലെ അംഗങ്ങളാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ലത്തീൻ സഭയിലെ അംഗങ്ങളായിട്ടുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഈ നിയമസംഹിതകളാണ് കത്തോലിക്ക സഭയുടെ കാനൺ നിയമസംഹിത എന്ന പേരിലുള്ളത്. കാനൺ നിയമം, കോഡ് ഓഫ് കാനൺ ലോ. 2 സഭാവിഭാഗങ്ങൾക്കും അവരുടേതായ നിയമസംഹിതകളുണ്ട്. കൂദാശകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സെയിമാണ്, മാറ്റർ. അടുത്ത ഒരു സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്, പെട്ടെന്ന് പോവുക. ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ കഴിഞ്ഞ ടെക്സ്റ്റിനെ സംബന്ധിച്ച് വിവാഹത്തിൻ്റെ ഒരുക്കത്തെക്കുറിച്ച് നമ്മൾ ഈ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഈ സഭയുടെ നിയമപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. സഭയുടെ നിയമപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ. അപ്പോൾ വിവാഹത്തിൻ്റെ ഒരുക്കത്തെ സംബന്ധിച്ച് ഈ ഞാൻ പറഞ്ഞ 2 സഭകളിലുമുള്ള പൊതു നിയമസംഹിത കൂടാതെ ഓരോ സഭയ്ക്കും അവരുടേതായ കൊച്ചു നിയമപുസ്തകങ്ങളുണ്ട്. പൗരസ്ത്യ സഭകളിലെ സീറോ മലബാർ സഭയ്ക്ക് ഒരു കൊച്ചു നിയമപുസ്തകമുണ്ട്, മലങ്കര സഭയ്ക്കുണ്ട്. എന്നാൽ ലത്തീൻ സഭയ്ക്ക് ഒറ്റ പുസ്തകം മാത്രമേ ഉള്ളൂ. അപ്പോൾ പൗരസ്ത്യ സഭകളുടെ നിയമസംഹിതയിൽ നിന്ന് സീറോ മലബാർ സഭ ചുരുക്കമായിട്ട് പ്രത്യേകമായിട്ടൊരു മറ്റൊരു നിയമസംഹിത രൂപപ്പെടുത്തിയിട്ടുണ്ട്. പർട്ടിക്കുലർ ലോ അല്ലെങ്കിൽ പ്രത്യേക നിയമം എന്നാണ് അതിനെക്കുറിച്ച് പറയുക. ഡീറ്റെയിൽസ് ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഇൻട്രഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഈ പുസ്തകങ്ങളിൽ, അതായത് സഭയുടെ നിയമസംഹിതകളിൽ വിവാഹത്തെക്കുറിച്ചുള്ള ഒരുക്കത്തെക്കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇങ്ങനെയൊക്കെയാണ്. വിവാഹാർത്ഥികൾ വിവാഹത്തിന് വേണ്ടത്ര ഒരുങ്ങിയിട്ടുണ്ടെന്ന് മാതാപിതാക്കളും ഇടവക വികാരിയും ഉറപ്പുവരുത്തുകയും വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയും വേണം. ഒരു കാര്യം, മാതാപിതാക്കളുടെ മാതൃകാപരമായ കുടുംബജീവിതവും നല്ല ഉപദേശവും വിവാഹത്തിൻ്റെ ഒരുക്കത്തിന് ആവശ്യമാണ്. വിവാഹാർത്ഥികൾ മാമോദീസായും തൈലാഭിഷേകവും സ്വീകരിച്ചവരാണെന്ന് രേഖകളുടെ അടിസ്ഥാനത്തിൽ ഉറപ്പുവരുത്തേണ്ടതാണ്. വിവാഹത്തിന് മുൻപുള്ള ഒരുക്കങ്ങളുടെ ചില ഭാഗങ്ങളാണിതെല്ലാം. വിവാഹാർത്ഥികൾക്ക് ക്രിസ്തീയ വിശ്വാസം, ധാർമ്മികത, വിവാഹമെന്ന കൂദാശയുടെ സ്വഭാവം, വിവാഹത്തിൻ്റെ സത്താപരമായ സവിശേഷതകൾ, ദമ്പതിമാർക്ക് പരസ്പരമുള്ള അവകാശങ്ങളും കടമകളും, മക്കളുടെ ശിക്ഷണം എന്നിവയെക്കുറിച്ച് അടിസ്ഥാനപരമായ അറിവുണ്ടെന്ന് വികാരി ഉറപ്പുവരുത്തണം. വിവാഹാർത്ഥികളെ ഒരുക്കമുള്ളവരാക്കുന്നതിന് അജപാലകർ വ്യക്തിപരമായ ഉപദേശം അവർക്ക് നൽകണം. ഇതെല്ലാം ഒരുക്കങ്ങളുടെ ഭാഗങ്ങളാണ്, ഒരുക്കത്തിൻ്റെ ഭാഗമാണ്. വിവാഹാർത്ഥികൾ ആധ്യാത്മികമായി സ്വയം ഒരുങ്ങണം. പ്രാർത്ഥിച്ചും കൂദാശകൾ സ്വീകരിച്ചുമൊക്കെയാണ് സ്വയമായ ഒരുക്കം. അവർ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിച്ച് സജ്ജരാകണം. ഇതെന്തിനു വേണ്ടിയാ? വിവാഹമെന്ന കൂദാശയ്ക്ക് പ്രത്യേകമായി ഒരുങ്ങുന്നതിൻ്റെ ഭാഗങ്ങളാണിതെല്ലാം. മനസ്സമ്മതത്തിന് മുൻപ് വിവാഹ ഒരുക്ക കോഴ്സിൽ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് വികാരിയുടെ പക്കൽ ഹാജരാക്കണം. ജോലിക്കും മറ്റുമായി രൂപതയ്ക്ക് പുറത്ത് താമസിക്കുന്നവർ അതത് സ്ഥലങ്ങളിൽ തത്തുല്യമായ കോഴ്സ് ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാലും മതിയാകും. മനസ്സിലായല്ലോ? വിവാഹത്തിന് ഒരുക്കമായിട്ട് വരുമ്പോൾ വിവാഹ ഒരുക്ക കോഴ്സിൽ പങ്കെടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് വികാരിയുടെ പക്കൽ ഹാജരാക്കണം. നമ്മുടെ രൂപതയിൽ, അതുപോലെ ഓരോ രൂപതയിലും വിവാഹ ഒരുക്ക കോഴ്സ് സംഘടിപ്പിക്കുന്നുണ്ട്. ഈ രൂപതകളിൽ സംഘടിപ്പിക്കുന്ന വിവാഹ ഒരുക്ക കോഴ്സിൽ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. വിദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഇത് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കോഴ്സാണെങ്കിൽ അതിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റ് വികാരിയുടെ പക്കൽ ഹാജരാക്കിയാലും മതിയാവുന്നതാണ്. ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്ന കാര്യം എല്ലാവർക്കും ആശ്വാസകരമായൊരു കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ ഈ കോഴ്സിൽ പങ്കെടുത്തവർ വീണ്ടും പങ്കെടുക്കേണ്ടതില്ല. അതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം, അല്ലേ? ഒരിക്കൽ പങ്കെടുത്ത കോഴ്സ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പിന്നെ ആവശ്യമില്ല. ചിലർ വന്നിട്ട് പെട്ടെന്നൊരു അത്യാവശ്യം വരിക, വിദേശത്തായിരിക്കുന്ന ഒരാൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ്, ഒരു അവധിക്ക് വന്നപ്പോഴാണ് വിവാഹ കാര്യങ്ങളെല്ലാം, ആലോചനയെല്ലാം ശരിയായത്. പിന്നെ എന്തു ചെയ്യും? അപ്പോൾ ഇവിടെയുള്ള കോഴ്സിൽ പങ്കെടുക്കാനായിട്ട് ആ സമയത്ത് കോഴ്സ് ഇല്ലതാനും. വേറെ രൂപതകളിലൊക്കെ അന്വേഷിച്ചപ്പം അവിടെയും കോഴ്സ് ഇല്ലതാനും. സ്നേഹമുള്ളവരെ, അങ്ങനെ വിവാഹ ഒരുക്ക കോഴ്സിൽ പങ്കെടുക്കാൻ ഒരു നിവൃത്തിയുമില്ലാത്ത സാഹചര്യത്തിൽ രൂപത അധ്യക്ഷനോട് ഒരു പ്രത്യേക അപേക്ഷ വയ്ക്കുക, റിക്വസ്റ്റ് വയ്ക്കുക. എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എവിടെയും വിവാഹ ഒരുക്ക കോഴ്സിൽ പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അങ്ങനെ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നതിൽ നിന്ന് എനിക്ക് ഒഴിവ് നൽകണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ രൂപതാധ്യക്ഷൻ്റെ അടുത്ത്, പിതാവിൻ്റെ അടുത്ത് അപേക്ഷ വെച്ചിട്ട് അത് നമുക്ക് അതിനുള്ള അനുവാദം കിട്ടുന്നതാണ്. പ്രത്യേക സാഹചര്യത്തിൽ, ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ. അങ്ങനെ വരുമ്പോൾ പറയും, വിവാഹത്തിന് മുൻപ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ വിവാഹത്തിന് ശേഷം
ഒരു കോഴ്സ് നടത്തിയാൽ അതിലും പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു അനുവാദം കിട്ടും. നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ അത് ഞാൻ സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് പൊതുവായ ഒരു നിയമമല്ല, ഒരു കാര്യമല്ല, എക്സെപ്ഷണൽ കാര്യം മാത്രമേ ആകുന്നുള്ളൂ. വിവാഹത്തോടനുബന്ധിച്ച് ഒരു വിവാഹം നടക്കുന്നതിന് മുൻപ് ചില രേഖകൾ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒന്ന് ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ചില രേഖകൾ ഉണ്ടായിരിക്കേണ്ടതാണ് വിവാഹത്തോടനുബന്ധിച്ച്. ഒന്ന്, മാമോദീസ, ജനനം, മാമോദീസ, തൈലാഭിഷേകം എന്നിവയുടെ തീയതികളടങ്ങിയ രേഖ പള്ളിയിൽ വികാരിയച്ഛൻ്റെ പക്കൽ ഉണ്ടാവും, എങ്കിലും അത് ഉറപ്പുവരുത്തുകയാണ്. ജനനത്തിൻ്റെ സർട്ടിഫിക്കറ്റ്, ജനിച്ചതിൻ്റെ ഡേറ്റ്, പിന്നെ അതുപോലെ മാമോദീസ നടത്തിയതിൻ്റെ ഡേറ്റ്, സ്ഥൈര്യലേപനം അല്ലെങ്കിൽ തൈലാഭിഷേകം, ഈ കുദാശയുടെ ഡേറ്റ്, അതിൻ്റെ രേഖ പള്ളിയിൽ ഉണ്ടാകണം. ഇപ്പോൾ കല്യാണം ആലോചിച്ച് വരുമ്പോഴേക്കും ഈ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ആദ്യമേ അന്വേഷിക്കുക. ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജനനത്തീയതി നോക്കുന്നത് ഈ വ്യക്തി ജനിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയല്ല. പിന്നെ എന്തിനു വേണ്ടിയാ? ജനനത്തീയതി, ഒരാളുടെ വിവാഹത്തോടനുബന്ധിച്ച് ജനനത്തീയതി അന്വേഷിക്കുന്നത് വിവാഹപ്രായമായിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാനുള്ള ഒരു രേഖയാണ്, ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് വേണം. അമ്മ പറഞ്ഞു ഞാൻ ജൂലൈ മാസം 20-ാം തീയതിയാണ് ജനിച്ചത്, അപ്പച്ചൻ പറഞ്ഞു ഞാൻ ഓഗസ്റ്റ് മാസം 12-ാം തീയതിയാണ് ജനിച്ചത് എന്ന് പറഞ്ഞ ഒരു കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒരു ജനന സർട്ടിഫിക്കറ്റോ ജനനത്തീയതിയോ വയ്ക്കാൻ പറ്റില്ല. അതിന് വ്യക്തമായ ഒരു രേഖ, പബ്ലിക് ഡോക്യുമെൻറ്റ്, ഒരു പരസ്യരേഖ വേണം. അത് സംഘടിപ്പിക്കും, കണ്ടുപിടിക്കും, നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അതുപോലെ മാമോദീസയുടെ ഡേറ്റ് വേണം. മാമോദീസയുടെ ഡേറ്റ് ആവശ്യകത, അതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ, ഡേറ്റ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ്. വാസ്തവമായ മാമോദീസ സ്വീകരിച്ച രണ്ടുപേരുടെ വിവാഹമാണ് കൂദാശയായി തീരുക. മാമോദീസ സ്വീകരിക്കാത്ത ഒരാളും മാമോദീസ സ്വീകരിച്ച ഒരാളും ഏതെങ്കിലും പ്രത്യേക അനുവാദത്തിൻ്റെ പേരിൽ പള്ളിയിൽ വെച്ച് പോലും വിവാഹം കഴിക്കാൻ ഇടവന്നാൽ അത് വിവാഹ കൂദാശയായിട്ടല്ല പരികർമ്മം ചെയ്യുന്നത്. അതാണ് വ്യത്യാസം. അപ്പം വാസ്തവമായ മാമോദീസ സ്വീകരിച്ച രണ്ടുപേരുടെ വിവാഹം മാത്രമേ കൂദാശയായി തീരുന്നുള്ളൂ. അപ്പോൾ വിവാഹ കൂദാശ സ്വീകരിക്കുവാൻ ഈ വ്യക്തി യോഗ്യനാണോ അല്ലയോ, മാമോദീസ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ യോഗ്യനാണ് എന്ന രീതിയിൽ ഉറപ്പുവരുത്താൻ വേണ്ടി മാമോദീസ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ സ്ഥൈര്യലേപനം നമ്മൾ കണ്ടു, തൈലാഭിഷേകം ഏറ്റെടുക്കുവാൻ പോകുന്ന ജീവിത കർത്തവ്യങ്ങളിലേക്ക് നമ്മെ കൂടുതൽ പ്രാപ്തരാക്കുന്ന കുദാശ സ്ഥൈര്യലേപനമാണ്. ഒരു പൂർണ്ണതയാണ് കൗദാശിക ജീവിതത്തിൽ, ആധ്യാത്മിക ജീവിതത്തിൽ ഒരു സ്ഥൈര്യം, ഒരു സ്ഥിരത, ഒരു പൂർണ്ണതയിൽ എത്തിച്ചേർന്ന വ്യക്തി എന്ന സൂചനയാണ് തൈലാഭിഷേകം. പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താൽ ആ വ്യക്തി ഏറ്റെടുക്കുവാൻ പോകുന്ന കൂദാശയിലേക്ക് പ്രവേശിക്കുവാനുള്ള പൂർണ്ണതയിലെത്തി, പക്വതയിലെത്തി, മെച്യൂരിറ്റി എത്തി എന്ന് സൂചിപ്പിക്കുന്ന ഒരു കുദാശയാണ് സ്ഥൈര്യലേപനം. അപ്പോൾ അതും നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഉറപ്പ്. ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം മാമോദീസയും തൈലാഭിഷേകവും വിശുദ്ധ കുർബാനയും ഒക്കെ ഒരുമിച്ചാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നില്ല. നിങ്ങളുടെ ഈ ഏജിലുള്ളവർക്ക് അങ്ങനെ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ടാവില്ല. ഇനിയുള്ള കാലങ്ങളിൽ അത് എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ പിന്നെ വിവാഹ ഒരുക്ക കോഴ്സിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റ് ഒരു രേഖയാണ്. വിവാഹത്തിൻ്റെ ഒരുക്കത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ വിവാഹത്തോടനുബന്ധിച്ച് ഹാജരാക്കേണ്ട രേഖ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു വിവാഹ ഒരുക്ക കോഴ്സിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റ്. പിന്നെയുണ്ട് മൂന്നാമത്തേത്, വിവാഹത്തിന് മുൻപ് പൂരിപ്പിച്ച് നൽകേണ്ട ഒരു അന്വേഷണ ഫോറമുണ്ട്. വികാരിച്ചന്മാരുടെ കയ്യിലുണ്ടത്. അപ്പോൾ നിങ്ങൾ കല്യാണാലോചനയും ഒക്കെ ആയിട്ട് ചെന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡേറ്റുകളൊക്കെ അടുത്ത് വരുമ്പോഴേക്കും വികാരിച്ചൻ നിങ്ങളെ വിളിച്ചിട്ട് ഒരു ഫോം തരും. ഒരു 3-4 പേജുകളുള്ളൊരു ഫോമാണ്. പ്രീ നുപ്ഷ്യൽ എൻക്വയറി ഫോം, അന്വേഷണ ഫോറമാണ്. അതിൻ്റെ അകത്ത് നിങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, വിവാഹിതരാകാൻ പോകുന്ന വ്യക്തികളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, നിങ്ങളുടെ സ്വതന്ത്ര സ്ഥിതി നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ, ബോധപൂർവമാണോ, നിർബന്ധിച്ചിട്ടാണോ, എന്തെങ്കിലും കാനോനിക തടസ്സങ്ങളുണ്ടോ വിവാഹത്തിന്, നിങ്ങളുടെ സമ്മതം പൂർണ്ണമാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു എൻക്വയറി ഫോമാണ്. അത് വികാരിച്ചന്മാർ നിങ്ങളോട് പറയും. നിങ്ങളത് പൂരിപ്പിച്ച് പള്ളിയിൽ വികാരിച്ചൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പൂരിപ്പിച്ച് അച്ഛനെ ഏൽപ്പിക്കണം. അങ്ങനെ ഒരു ഫോറമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? നിങ്ങളുടെ ചേട്ടന്മാരോ ചേച്ചിമാരോ ഒക്കെ ആരുടെയെങ്കിലും കല്യാണം കഴിഞ്ഞപ്പം നീ പള്ളിയിൽ പോയായിരുന്നോ, ഇങ്ങനെ ഒരു ഫോറം പൂരിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ നിങ്ങളങ്ങനെ പൂരിപ്പിച്ച് കൊടുക്കുമ്പോൾ എഴുതുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം. ആരെങ്കിലും നിർബന്ധിച്ചുകൊണ്ടാണോ നീ ഈ കല്യാണത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളങ്ങനെ എഴുതും, ആരും നിർബന്ധിച്ചിട്ടില്ല, ഞാൻ സ്വതന്ത്രമായിട്ടാണ് അത് എഴുതുന്നത്, അല്ലെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത്, ആരുടെയും നിർബന്ധമില്ല, നോ ഫോഴ്സ് ഒന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു വിവാഹ കോടതിയിലേക്ക് ഒരു പരാതി വന്നു. എൻ്റെ അടുത്ത പരാതി വന്നത്, ഈ വിവാഹബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല, കാരണം എനിക്കിഷ്ടമില്ലായിരുന്നു, എന്നെ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിലേക്ക് വന്നത്. അപ്പനും അമ്മയും ആരാണ്ടെല്ലാം കൂടി എന്നെ ഉന്തിത്തള്ളി നിർബന്ധിച്ചു വിട്ടു. ഞാൻ ഈ കല്യാണത്തിന് നിർബന്ധിതയായി, പെൺകുട്ടിയാണ്, നിർബന്ധിതയായി. അങ്ങനെ ഒരു പരാതി വന്നു കഴിഞ്ഞപ്പോൾ
ഞാൻ തന്നെ ആ പെൺകുട്ടിയുടെ ഇടവകൈ പള്ളിയിലെ വികാരിയച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, ആ ഇടവകയുടെ ഫയലിൽ ഇവർ അന്ന് പൂരിപ്പിച്ച് തന്ന ഒരു എൻക്വയറി ഫോം കാണും, ഒന്ന് എടുക്കാമെന്ന് ചോദിച്ചു. അച്ഛനെ കൊണ്ട് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ കാര്യത്തിൽ അവൾ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിർബന്ധിച്ചിട്ടാണോ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത് അല്ലയോ എന്ന് എങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അങ്ങനെ കുഴപ്പമില്ല, അവൾ നല്ല സ്വതന്ത്രമായിട്ട് ആരും നിർബന്ധിച്ചിട്ടല്ല, സ്വന്തം തീരുമാനപ്രകാരമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്നോട് പറഞ്ഞു. പിന്നെ രണ്ടാമത് പരാതി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം വിവാഹം അസാധുവാക്കണമെന്ന് പറഞ്ഞ് പരാതി വന്നപ്പോൾ എന്നെ നിർബന്ധിച്ചിട്ട് കൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിലേക്ക് പ്രവേശിക്കുന്നത്, എന്തുകൊണ്ട് പരാതിയിൽ അങ്ങനെ എഴുതി? അപ്പോൾ എവിടെയോ നുണയുണ്ടല്ലേ, എവിടെയോ അസത്യമുണ്ട്. അപ്പം അന്ന് എഴുതി കൊടുത്തത് ഒന്ന്, പരാതി പിന്നീട് വരുമ്പോൾ വിവാഹം അസാധുവാക്കണമെന്ന് പറഞ്ഞ് വരുമ്പോൾ ആ പരാതിയിലെ മാറ്റർ വേറൊന്ന്. അപ്പോൾ സത്യകട എവിടെയോ പ്രശ്നമുണ്ട്. ആ കേസ് പിന്നെ വേറെ രീതിയിൽ ഡീൽ ചെയ്തു. വിവാഹ ഒരുക്ക കോഴ്സിൽ വരുന്ന നിങ്ങളോട് വിവാഹത്തിൻ്റെ ഒഴിവാക്കൽ, വിവാഹം അസാധുവാക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇപ്പോഴേ പറയണോ എന്നൊന്നും ചോദിച്ച് നിങ്ങൾ പേടിക്കേണ്ട. ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അത് ഞാൻ പിന്നീട് വഴി പോലെ പറഞ്ഞു തരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചില രേഖകളെക്കുറിച്ച് പറഞ്ഞു വരിക, വിവാഹത്തിൻ്റെമായി ബന്ധപ്പെട്ട ചില നിയമരേഖകൾ, പ്രീനപ്ഷ്യൽ എൻക്വയറി ഫോം, അന്വേഷണ ഫോറം. പിന്നെ നമ്മൾ നാലാമത്തേത് സ്വതന്ത്ര സ്ഥിതി സർട്ടിഫിക്കറ്റ്. സ്വതന്ത്ര സ്ഥിതി സർട്ടിഫിക്കറ്റ് ആ സാധനം എന്താണെന്ന് ചോദിച്ചാൽ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, നമുക്ക് കേൾക്കാം. വിവാഹത്തിന് തൊട്ട് മുൻപ് 1 വർഷത്തിലധികം രൂപതയ്ക്ക് പുറത്ത് താമസിക്കുന്നവർ വിവാഹത്തിന് വരുമ്പോൾ തക്ക അധികാരിയിൽ നിന്ന് ഹാജരാക്കേണ്ട സാക്ഷ്യപത്രമാണത്. അവർ താമസിക്കുന്ന സ്ഥലത്തെ ഇടവക വികാരിയുടെയോ ആധ്യാത്മിക കാര്യങ്ങൾ നോക്കുന്നതിന് നിയുക്തനായിരിക്കുന്ന വൈദികൻ്റെയോ, അത് സാധ്യമല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ പ്രധാന അധികാരിയുടെയോ പക്കൽ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്. സ്വതന്ത്ര സ്ഥിതി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഈ വ്യക്തി ഇതിനു മുൻപ് വിവാഹിതനല്ല, മറ്റൊരു വിവാഹം കഴിക്കാൻ ഈ വ്യക്തി സ്വതന്ത്രയാണ്. അതാണ് ഫ്രീ സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ്. ഒരു വിവാഹം കഴിക്കാൻ ഈ വ്യക്തി സ്വതന്ത്രനാണ്, നിലവിൽ വേറെ വിവാഹ ബന്ധങ്ങളില്ല എന്നതാണ് സ്വതന്ത്ര സ്ഥിതി സർട്ടിഫിക്കറ്റിൻ്റെ ഖാതൽ, ഫ്രീ സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ്. അത് രൂപതയ്ക്ക് പുറത്ത് താമസിക്കുന്നവർ നാട്ടിലേക്കൊക്കെ വിവാഹത്തിന് വരുമ്പോൾ അതാത് പള്ളികളിൽ നിന്ന്, അവർ താമസിക്കുന്ന സ്ഥലത്തെ പള്ളികളിലെ വികാരിയച്ഛന്മാരിൽ നിന്ന് കിട്ടണം. ചില സ്ഥലങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിലെ ചില പള്ളികളിൽ ദേവാലയമോ വികാരിയച്ഛന്മാരെ കോണ്ടാക്ട് ചെയ്യാനോ ഒന്നും സാധ്യമല്ല. അങ്ങനെ വരുമ്പോൾ അവർ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരേണ്ടത് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ പ്രധാന അധികാരിയിൽ നിന്നാണ്. ആ അധികാരി എഴുതേണ്ട കാര്യം ഇത്രയുമേ ഉള്ളൂ: എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഈ മോളി എന്ന് പറഞ്ഞാൽ ബോബനും മോളിയില്ലേ, അവർ രണ്ടുപേരാണ് എൻ്റെ ഉദാഹരണങ്ങൾ. മോളി എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം വിവാഹിതയല്ല. ഇത്രയേ ഉള്ളൂ സ്വതന്ത്ര സ്ഥിതി സർട്ടിഫിക്കറ്റിൻ്റെ മാറ്റർ. അങ്ങനെ എഴുതി വികാരിയച്ഛൻ്റെ പക്കൽ കൊണ്ടുവരണം. അതൊരു രേഖയാണ്, വിവാഹത്തിന് മുമ്പ് കൊണ്ടുവരേണ്ട ഒരു രേഖ, ഫ്രീ സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ്. പിന്നെ വിവാഹക്കുറികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്, അത് നമ്മൾ തൽക്കാലം സ്കിപ്പ് ചെയ്യാം. വിവാഹക്കുറികൾ പെട്ടെന്ന് നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് പ്രവേശിക്കാം സ്പീഡിൽ. ഏതത്? മനസ്സമ്മതം. എല്ലാവർക്കും ഇഷ്ടമായി അല്ലേ? മനസ്സമ്മതത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് വന്നപ്പോൾ മനസ്സമ്മതം എന്താണത്? മതസമ്മത കർമ്മം ഒരു കൂദാശയല്ല, അതൊരു കൂദാശ അനുകരണമാണ്. കൂദാശയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് സാക്രമെൻ്റ് ആണ്. കൂദാശ അനുകരണത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് സാക്രമെൻ്റലാണ്. സാക്രമെൻ്റൽ. ഇപ്പോൾ കൂദാശയും കൂദാശ അനുകരണവും, മനസ്സമ്മതം എന്നുള്ളത് ഒരു സാക്രമെൻ്റലാണ്, കൂദാശ അനുകരണമാണ്. അതുകൊണ്ട് കൂദാശ പോലെ നടത്തുന്ന ഒരു ആഘോഷ കർമ്മം അല്ല മനസ്സമ്മതം. ഇതൊരു ആചാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഭാഗമാണ്. സീറോ മലബാർ സഭയിലൊക്കെ ഒരു ആചാരത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റേതായിട്ടുള്ള ലക്ഷ്യങ്ങളും അർത്ഥങ്ങളും ഒക്കെ ഉണ്ട്. ലത്തീൻ സഭക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സമ്മതം എന്ന് പറയുന്ന കർമ്മം ഇല്ല. അത്യന്താപേക്ഷിത സാഹചര്യത്തിൽ നിയുക്ത വധൂവരന്മാരുടെ സംയുക്ത അപേക്ഷ രൂപതാധ്യക്ഷൻ സമർപ്പിച്ച് മനസ്സമ്മത ചടങ്ങിൽ നിന്ന് ഒഴിവ് നേടി വിവാഹിതരാകാവുന്നതാണ്. മനസ്സമ്മത കർമ്മത്തിൽ നിന്ന് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒഴിവ് നൽകാൻ രൂപതാധ്യക്ഷന് അധികാരമുണ്ട്. വളരെ പ്രകടമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ കൊറോണയുടെ സാഹചര്യം. അഭിമന്യ പിതാവ് അച്ഛന്മാരോട് പറഞ്ഞിട്ടുണ്ട്, ആവശ്യമുള്ള ചോദിക്കുന്ന അച്ഛന്മാരോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ മനസ്സമ്മതം നടത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മനസ്സമ്മത കർമ്മത്തിൽ നിന്ന് ഒഴിവ് കൊടുത്തിരിക്കുക.
അപ്പോൾ മനസ്സമ്മത കർമ്മം ഇല്ലാതെ തന്നെ അവർക്ക് വിവാഹിതരാകാനുള്ള ഒരു അനുവാദം പാലക്കാട് രൂപതാധ്യക്ഷൻ പിതാവ് കൊടുത്തിട്ടുണ്ട്. അത് ഏതെങ്കിലും ഇടവുകളിൽ ആവശ്യം വരുമ്പോൾ വികാരിയച്ഛന്മാർ വിളിച്ച് ചോദിക്കുമ്പോൾ അവരോട് അങ്ങനെയാണ് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ. അപ്പോൾ അതൊരു ഒഴിവ് നൽകാനുള്ള ഒരു സാഹചര്യമാണ് മനസ്സമ്മത കർമ്മത്തിൽ നിന്ന്. അതുപോലെ തന്നെ ഇപ്പം 2 പേര് വിവാഹിതരാകാനായിട്ട് വരുന്നു, അവരുടെ വിവാഹം പെട്ടെന്ന് നിശ്ചയിക്കുന്നു, പെട്ടെന്ന് നടന്നു, തിരിച്ചു പോകുന്നു. അങ്ങനെയുള്ള അത്യന്താപേക്ഷിത സാഹചര്യത്തിൽ മനസ്സമ്മത കർമ്മം നടത്താൻ നിവൃത്തിയില്ലാത്ത, സമയമില്ലാത്ത, വളരെ അത്യന്താപേക്ഷിത സാഹചര്യത്തിൽ അതിൽ നിന്ന് ഒഴിവ് കൊടുക്കാൻ രൂപതാധ്യക്ഷന് അധികാരമുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒഴിവ് നൽകപ്പെടാവുന്ന ഒരു തിരുക്കർമ്മമാണ് മനസ്സമ്മതമെങ്കിൽ അതിന് വിവാഹത്തേക്കാൾ വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. പറഞ്ഞു മനസ്സിലായല്ലോ? ഒഴിവ് നൽകപ്പെടാൻ സാധ്യതയുള്ള ഒരു തിരുക്കർമ്മമാണ് മനസ്സമ്മതമെങ്കിൽ അതിന് വിവാഹത്തേക്കാൾ വലിയ ഒരു ആഘോഷത്തിൻ്റെ പരിവേഷം കൊടുക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. ചിലർ മനസ്സമ്മതം വിവാഹം ഒരു കൂദാശയാണ്, കൂദാശയേക്കാൾ പ്രാധാന്യം കൂദാശ അനുകരണത്തിന് കൊടുത്താൽ എവിടെയോ ഒരു തലതിരിഞ്ഞ രീതി നാം മനസ്സിലാക്കുക. കൂദാശയാണ് പ്രധാനം, കൂദാശ അനുകരണമല്ല. ഓരോന്നിനും അതിൻ്റേതായ പ്രാധാന്യം കൽപ്പിക്കേണ്ടിയിരിക്കുന്നു. അത് മതി താനും. മനസ്സമ്മതത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ വരുമ്പോൾ ബന്ധപ്പെട്ടവർ പള്ളിയിൽ നിന്ന് മനസ്സമ്മതക്കുറി വാങ്ങിയിരിക്കണം. ഓർത്തിരിക്കേണ്ട കാര്യമാണ്. മനസ്സമ്മതം നടത്തി പിന്മാറുന്ന വ്യക്തി മറ്റൊരു വിവാഹം നടത്താൻ സ്ഥലത്തെ മേലധ്യക്ഷൻ്റെ അനുവാദം മേടിക്കണം. മനസ്സമ്മതം നടത്തിയിട്ട് വേണ്ടാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോയാൽ മറ്റൊരു വിവാഹം നടത്താനായിട്ട് രൂപതാധ്യക്ഷൻ്റെ അനുവാദം മേടിക്കണം. ഇനി ഇതിൻ്റെ പേരിൽ സാമ്പത്തിക നഷ്ടം വന്നാൽ അത് വരുത്തുന്ന കക്ഷി ന്യായമായ പരിഹാരം ഇതര കക്ഷിക്ക് നൽകണം. ഇത് സംബന്ധിച്ച് തർക്കമുണ്ടായാൽ ഫൊറോന വികാരിയച്ഛനെ സമീപിക്കാം, രൂപതാ കേന്ദ്രത്തെ സമീപിക്കാം. ഇതൊക്കെ കാഷ്വലായിട്ട് പറഞ്ഞു പോകുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങളുടെ ഇടയിൽ. ഏറ്റവും അവസാനത്തെ ഒരു കാര്യം, പാലക്കാട് രൂപതയിൽ ഇപ്പോൾ മനസ്സമ്മത കർമ്മം ഞായറാഴ്ചകളിൽ നടത്തുന്നില്ല. ഇപ്പോൾ ഞായറാഴ്ച എന്നല്ല, ഇട ദിവസങ്ങളിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇല്ലാതെ വരുന്ന സാഹചര്യമുണ്ട്. ഞായറാഴ്ചകളിൽ, ഇനി കൊറോണ മാറിയാൽ പോലും അല്ലെങ്കിൽ കൊറോണയ്ക്ക് മുൻപും ഞായറാഴ്ചകളിൽ മനസ്സമ്മത കർമ്മം നമ്മുടെ രൂപതയിൽ നടത്തുന്നില്ല. അറിയാതെ ഡേറ്റ് ഒരു ഞായറാഴ്ച കൊണ്ടുപോയി ബുക്ക് ചെയ്യിപ്പിച്ചേക്കരുത് മനസ്സമ്മതത്തിന് വേണ്ടിയിട്ട്. വികാരിച്ചും ചിലപ്പം വേറെ എന്തെങ്കിലും കാര്യം ഓർത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞായറാഴ്ചയാണെന്ന് അറിഞ്ഞിട്ടും ആളുകൾ ഞായറാഴ്ച മനസ്സമ്മത കർമ്മം ഇല്ല എന്ന് അറിയാനിട വന്നിട്ടില്ല അവർക്ക് പോലും. എന്നിട്ട് അവർ വികാരിച്ചിനെ കൊണ്ട് പോയിട്ട് ഡേറ്റൊക്കെ ബുക്ക് ചെയ്ത് പിന്നെയാണ് ഞായറാഴ്ചയാണെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഞായറാഴ്ച ബുദ്ധിമുട്ടായി. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞായറാഴ്ച മനസ്സമ്മതം ഇല്ല എന്ന് പറയാനുള്ള കാരണം ഇതാണ്. മനസ്സമ്മതം വെറും ഒരു കൂദാശ അനുകരണമായതുകൊണ്ട് അതിനോട് ചേർത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നില്ല. മനസ്സമ്മതത്തിൻ്റെ കൂടെ, കർമ്മത്തിൻ്റെ കൂടെ വിശുദ്ധ കുർബാന ചൊല്ലുന്നില്ല. ഞായറാഴ്ചകളിൽ മനസ്സമ്മതം വെച്ചാൽ അതിൽ പങ്കെടുക്കുവാൻ വരുന്ന കുറേ പേർക്കെങ്കിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാത്ത അവസരം സഭയിൽ നിന്നും സഭയുടെ അധികാരികളിൽ നിന്നും ഉണ്ടാക്കി കൊടുക്കുകയാണ്. കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം മനസ്സമ്മത കർമ്മത്തോടു കൂടി ഉണ്ടാകും. അപ്പം അതുകൊണ്ട് മറ്റു ദിവസങ്ങളിൽ മനസ്സമ്മത കർമ്മം വെച്ച് കുർബാന ഇല്ലാതെ മനസ്സമ്മത കർമ്മം നടത്തി പോകുന്നു. അതാണ് പാലക്കാട് രൂപതയിൽ അവലംബിക്കുന്ന രീതി. ഞായറാഴ്ചകളിൽ മനസ്സമ്മതം ഇല്ല. അതിൻ്റെ പ്രാധാന്യം അത്രയേ ഉള്ളൂ. കുർബാന അതിനോട് ചേർത്ത് ചൊല്ലുന്നില്ല എന്നത് തന്നെ. മറ്റൊരു കാര്യം, മറ്റൊരു സെക്ഷൻ വിവാഹം വിളിച്ചു ചൊല്ലലാണ്. ഇതൊക്കെ നിൻ്റെ അറിവിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. വിവാഹത്തിൻ്റെ വിളിച്ചു ചൊല്ലൽ, പബ്ലിക്കേഷൻ ഓഫ് ബാൻസ് എന്ന് പറയും. വിവാഹം വിളിച്ചു ചൊല്ലൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പള്ളിയിൽ വിവാഹം വിളിച്ചു ചൊല്ലുന്നത് ചിലരൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുകയായിരുന്നു. കാരണം എൻ്റെ കല്യാണം വിളിച്ച് ചെല്ലാണ്ട് വരുമ്പോൾ 4 പേരെ അറിയിക്കാനായിട്ട് ഞാനിങ്ങനെ കാത്തിരിക്കുക അല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ് പള്ളിയിൽ വിവാഹം വിളിച്ചു ചൊല്ലുന്നത്? ഈ ഇടവകയിൽപ്പെട്ട എന്ന് പറഞ്ഞു തുടങ്ങുകയാണ് അല്ലേ. ഈ ഇടവകയിൽപ്പെട്ട ഇന്ന വീട്ടിലെ ഇന്നയാളുടെ മകൾ മോളിയും, ആ ഇടവക ആ വീട്ടിലെ ആ ആളുടെ മകൻ, ആ കാരണ മാതാപിതാക്കളുടെ മകൻ ബോബനും തമ്മിൽ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു, വിവാഹ വാഗ്ദാനം നടത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പബ്ലിക്കേഷനാണ്, ഒരു പരസ്യമാണ് വിവാഹം വിളിച്ചു ചൊല്ലൽ. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ, നമ്മുടെ ഇപ്പോഴത്തെ ഈ കൊറോണ സാഹചര്യത്തിൽ പാലക്കാട് രൂപതയിലെ വിവാഹം പരസ്യമാക്കുന്നത് ഓരോ ഇടവകയിലുമുള്ള ഇടവകയിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ അത് ചേർത്തുകൊണ്ടാണ് ഇന്ന കാര്യം നടക്കുന്നു എന്നുള്ള രീതി. അപ്പോൾ പള്ളിയിൽ എങ്ങനെ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യുന്നുവോ ആ കാര്യം വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടുകൊണ്ടാണ് എല്ലാവരെയും അറിയിക്കുന്നത്. നമ്മുടെ രൂപതയിൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അങ്ങനെയാണ്. എന്തിനു വേണ്ടി വിവാഹം വിളിച്ചു ചൊല്ലുന്നു? എന്തിനു വേണ്ടിയാണ് പള്ളിയിൽ കല്യാണം വിളിച്ചു ചൊല്ലുന്നത്? അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒന്നാമത്തെ കാര്യം,
വിവാഹത്തിൻ്റെ കാനോനിക തടസ്സങ്ങളെക്കുറിച്ച് അറിവ് ലഭിച്ചാൽ വികാരിയെ അറിയിക്കണം. അതിനു വേണ്ടിയാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഈ ക്ലാസ്സിൽ പല തവണ കാനോനികം എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. കാനോനികം എന്ന് പറഞ്ഞാൽ തിരുസഭയുടെ കാനൻ നിയമത്തിലുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. കാനൻ നിയമം തിരുസഭയുടെ നിയമമാണ്. 2 പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞു. കോഡ് ഓഫ് കാനൻസ്, ലത്തീൻ സഭയുടെ നിയമസംഹിത, പിന്നെ പൗരസ്ത്യ സഭകളുടെ നിയമസംഹിത, കോഡ് ഓഫ് കാനൻസ് ഓഫ് ദ ഈസ്റ്റേൺ ചർച്ചസ്. അങ്ങനെ 2 നിയമസംഹിതകളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ സഭയുടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കാൻ വേണ്ടിയാണ് കാനോനിക എന്ന് പറയും. അപ്പോൾ ഇടവക ജനം അറിയണം വിവാഹത്തെക്കുറിച്ച്. ഈ കല്യാണം വിളിച്ചു ചൊല്ലി കഴിയുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ, കാനോനിക തടസ്സം, അതാണ് നമ്മുടെ ലക്ഷ്യം. കാനോനിക തടസ്സം, എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെന്ന് പറഞ്ഞ് പള്ളിയിൽ വികാരിച്ചനെ അറിയിക്കുകയല്ല. ഒരു കാനോനികം, ആ തടസ്സങ്ങൾ എന്താണ് നമ്മൾ പിന്നീട് കാണും. അതിനെക്കുറിച്ച് അറിവ് കിട്ടിയാൽ വികാരിയച്ഛനെ അറിയിക്കണം. അങ്ങനെ കിട്ടുന്ന തടസ്സം രൂപത അധ്യക്ഷനിൽ നിന്ന്, അധികാരിയിൽ നിന്ന് ഒഴിവ് മേടിക്കാൻ സാധിക്കുന്നതാണെങ്കിൽ ഒഴിവ് മേടിച്ചതിന് ശേഷം മാത്രമേ പിന്നെ വിളിച്ചു ചൊല്ലാൻ പാടുള്ളൂ. പിന്നെ കാര്യങ്ങളുടെ പ്രൊസീജിയർ അങ്ങനെ നടക്കുകയുള്ളൂ. ഒഴിവ് കിട്ടാത്ത തടസ്സമാണെങ്കിൽ പിന്നെ ആ കല്യാണം നടക്കുകയില്ല. അത് എനിക്ക് ചില അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചില പള്ളികളിൽ ഇരുന്നപ്പോൾ വിസ്തരിച്ച് പറയാനൊന്നും സമയമില്ല, ഉദ്ദേശിക്കുന്നുമില്ല. ഓക്കെ. രണ്ടാമത്തെ കാര്യം ഇടവക ജനം അറിയണം. 3, നിയുക്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിളിച്ചു വരുന്ന 1, കാനോനിക തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ വികാരിയച്ഛനെ അറിയിക്കണം. 2, ഇങ്ങനൊരു കാര്യം നടക്കുന്ന കാര്യം ഇടവക ജനങ്ങൾ അറിയണം. 3, ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ. പിന്നെ വിവാഹത്തിലെ വിളിച്ചുചൊല്ലുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് വിവാഹം വിളിച്ചു ചൊല്ലുന്ന സമയക്രമം. ജസ്റ്റ് എൻ്റെ അറിവിലേക്ക് വേണ്ടി മാത്രം പറയുക. വിവാഹം വിളിച്ചു ചൊല്ലുന്നത് മനസ്സമ്മതത്തിന് മുൻപ് മുതൽ വിളിച്ചു ചൊല്ലി തുടങ്ങാം, മനസ്സമ്മതത്തിന് ശേഷവും വിളിച്ചു ചൊല്ലി തുടങ്ങാം. മനസ്സമ്മതത്തിന് മുൻപ് വിളിച്ചു ചൊല്ലി തുടങ്ങണമെങ്കിൽ അതിൻ്റെ അനുവാദം ഫൊറോന വികാരിയച്ഛൻ്റെ അടുത്ത് നിന്ന് മേടിച്ചാൽ മതി. മനസ്സമ്മതത്തിന് മുൻപ് വിളിച്ചു ചൊല്ലി തുടങ്ങണമെങ്കിൽ 3 പ്രാവശ്യം വിളിച്ചു ചൊല്ലണമെന്നാണ് സഭയുടെ നിയമം. 3 പ്രാവശ്യം വിളിച്ചു ചൊല്ലണം. പക്ഷേ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടാൽ 1 പ്രാവശ്യം വിളിച്ചു ചൊല്ലിയതിന് അങ്ങനെ ഇടുന്നത് എക്കാലത്തും കിടക്കുന്ന കാര്യമാണ്. അത് പിന്നെ 3 പ്രാവശ്യമൊന്നും വാട്സപ്പ് ഗ്രൂപ്പിലിടാൻ നിൽക്കേണ്ട ആവശ്യമില്ല. 1 പ്രാവശ്യം ഇട്ടാൽ മതി അല്ലേ? 3 പ്രാവശ്യം. ഈ 3 പ്രാവശ്യം വിളിച്ചു ചൊല്ലാൻ സമയമില്ലാത്ത പക്ഷം അതിൽ നിന്ന് ഒഴിവ് കൊടുക്കാനായിട്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിക്കും. നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ 1 പ്രാവശ്യം പോലും വിളിച്ചു ചൊല്ലാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ, വാട്സപ്പ് ഗ്രൂപ്പല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയുക, 1 പ്രാവശ്യം പോലും വിളിച്ചു ചൊല്ലാൻ പറ്റാത്തത്ര സമയക്കുറവുണ്ടെങ്കിൽ രൂപതാ കേന്ദ്രത്തിൽ നിന്ന്, ബിഷപ്പ് ഹൗസിൽ നിന്ന് നിങ്ങൾക്ക് പ്രത്യേക അനുവാദം കിട്ടുന്നതാണ്. 2 പ്രാവശ്യം മാത്രമേ വിളിച്ചു ചൊല്ലാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ 1 പ്രാവശ്യം ഒഴിവ് കൊടുക്കണം. വിളിച്ചു ചൊല്ലലിൽ നിന്ന് 1 പ്രാവശ്യത്തിൽ നിന്ന് ഒഴിവ് കൊടുക്കാൻ ഫൊറോന വികാരിയച്ഛന് സാധിക്കും. എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം വിളിച്ചു ചൊല്ലി വിവാഹം നടത്താനായിട്ട് 2 പ്രാവശ്യത്തെ വിളിച്ചു ചൊല്ലൽ ഒഴിവാക്കാൻ ഫൊറോന വികാരിയച്ഛന് സാധിക്കും. 3 വിളിച്ചു ചൊല്ലൽ ഒഴിവാക്കാൻ രൂപതാ കേന്ദ്രത്തിന്, 2 വിളിച്ചു ചൊല്ലൽ ഒഴിവാക്കാൻ ഫൊറോന വികാരിയച്ഛന്, 1 പ്രാവശ്യം വിളിച്ചു ചൊല്ലൽ ഒഴിവാക്കാൻ ഇടവക വികാരിയച്ഛനും സാധിക്കും. ഉള്ള അധികാരങ്ങളുണ്ട്. അപ്പോൾ 3 പ്രാവശ്യം വിളിച്ചു ചൊല്ലലാണ് ഐഡിയലായിട്ടുള്ള കാര്യം. സഭ പ്രിഫർ ചെയ്യുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് മനസ്സമ്മതത്തിന് മുൻപ് വിളിച്ചു ചൊല്ലി തുടങ്ങാമെന്ന് പറയുന്നത്. അങ്ങനെ 3 പ്രാവശ്യം വിളിച്ചു ചൊല്ലണം. അപ്പോൾ വിളിച്ചു ചൊല്ലുന്നത് എന്തിനു വേണ്ടി, എത്ര പ്രാവശ്യം വിളിച്ചു ചൊല്ലണം, ആർക്കൊക്കെ അതിൽ നിന്ന് ഒഴിവ് കൊടുക്കാൻ സാധിക്കും, ഈ ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ മനസ്സമ്മതം വിവാഹം വിളിച്ചു ചൊല്ലൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ നമ്മൾ കേട്ടു അല്ലേ? ഒരു ആമുഖം, പൊതുവായിട്ടുള്ള ആമുഖം നമ്മൾ കേട്ടു, ജനറൽ ഇൻട്രൊഡക്ഷൻ. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് എൻ്റർ ചെയ്യാം. കത്തോലിക്കാ സഭയുടെ കാഴ്ചപ്പാടിൽ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വിവാഹത്തിന് ഒരു വിവരണമുണ്ട്. ആ വിവരണം കത്തോലിക്കാ സഭയുടെ അല്ലെങ്കിൽ ഈ സഭകളുടെ നിയമസംഹിതയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബേസ് ചെയ്യുന്ന ടെക്സ്റ്റ് പൗരസ്ത്യ സഭകളുടെ നിയമസംഹിതയാണ്. പൗരസ്ത്യ സഭകളുടെ നിയമസംഹിതയിൽ കാനൻ നിയമം 776 പാരഗ്രാഫ് 1 വിവാഹത്തെ സംബന്ധിച്ച സഭയുടെ കാഴ്ചപ്പാടുകൾ അടങ്ങിയ ഒരു വിവരണം കൊടുത്തിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ചിലപ്പോൾ നമ്മളോട് എന്താണ് കല്യാണം, എന്താണ് വിവാഹം എന്ന് ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ നമ്മൾ ചിലപ്പോൾ ഒന്ന് പരുങ്ങും അല്ലേ? എന്താണെന്ന് അറിയാൻ പാടില്ല, ഒരു സാധനം എന്താണെന്ന് അറിയാൻ പാടില്ല. പക്ഷേ കല്യാണം ഉണ്ട്, വിവാഹം ഉണ്ടെന്നറിയാം. ഒരുപക്ഷെ ഇന്നത്തെ ആമുഖ ക്ലാസ്സിൽ, എനിക്ക് മുൻപുള്ള ആമുഖ ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് വിവാഹം എന്നൊക്കെ. ഒരു നിർവചനം പോലെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതിൻ്റെ എറ്റിമോളജിക്കൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പദം, വിവാഹം എന്ന് പറഞ്ഞ പദം, അതിൻ്റെ ഉൽപ്പത്തി, അതിൻ്റെ അർത്ഥം തുടങ്ങിയ കാര്യങ്ങൾ ഒരു പക്ഷേ
സമയം കിട്ടുന്നതനുസരിച്ച് പറഞ്ഞിട്ടുണ്ടാകാം, കിട്ടിയതനുസരിച്ച്. പക്ഷേ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന അങ്ങനെ പദോൽപത്തിയൊന്നുമല്ല. എന്താണ് വിവാഹം എന്ന വാക്കിൻ്റെ അർത്ഥങ്ങളൊന്നുമല്ല. തിരുസഭയുടെ കാഴ്ചപ്പാടിൽ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളൊരു വിവരണം. അത് പൗരസ്ത്യ സഭകളുടെ നിയമസംഹിതയിലെ 776 പാരഗ്രാഫ് 1 കൊടുത്തിരിക്കുന്ന കാര്യം ഇങ്ങനെയാണത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സൃഷ്ടികർത്താവ് സ്ഥാപിച്ച് തൻ്റെ നിയമങ്ങൾ കൊണ്ട് ക്രമപ്പെടുത്തിയിട്ടുള്ളതും സ്ത്രീയും പുരുഷനും തമ്മിൽ പിൻവലിക്കാൻ പാടില്ലാത്ത വ്യക്തിപരമായ സമ്മതത്താൽ സമ്പൂർണ്ണ ജീവിത പങ്കാളിത്തത്തെ ഉളവാക്കുന്നതുമായ വിവാഹ ഉടമ്പടി അതിൻ്റെ സ്വഭാവത്താൽ തന്നെ ദമ്പതികളുടെ നന്മ, സന്താനങ്ങളുടെ ജനനം, അവരുടെ ശിക്ഷണം എന്നിവ ലക്ഷ്യം വയ്ക്കുന്നു. ഒരു നിയമത്തിൻ്റെ ഭാഷയാണ്. അല്പം തിരിഞ്ഞു മറിഞ്ഞുള്ളൊരു ഭാഷയാണ്. എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു തർജ്ജമയുമാണ്. മറ്റൊരു ഭാഷയിൽ, ഇംഗ്ലീഷ് ഭാഷയിൽ നിന്നോ ലത്തീൻ ഭാഷയിൽ നിന്നൊക്കെ വരുന്ന ഒരു തർജ്ജമയും കൂടിയാണ്. പൗരസ്ത്യ സഭകളുടെ നിയമസംഹിത 776 പാരഗ്രാഫ് 1. നമ്മൾ 3 സി എന്ന് കേട്ടിട്ടുണ്ടാവും. അത് കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ചാണ്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. ഇവിടെ CCEO എന്ന് പറയുന്ന ഒരു പുസ്തകം, ഒരു ടെക്സ്റ്റ് പൗരസ്ത്യ സഭകളുടെ നിയമസംഹിതയാണ്. CCEO, കോഡ് ഓഫ് കാനൺസ് ഓഫ് ദി ഈസ്റ്റേൺ ചർച്ചസ് എന്നുള്ളതിൻ്റെ ലത്തീൻ രൂപം കോദക്സ് കാനോനും എക്ലേസിയാരും ഓറിയന്താലിയും എന്നാണ്. കോദക്സ് കാനോനും എക്ലേസിയാരും ഓറിയന്താലിയും എന്ന ലത്തീൻ പദങ്ങളുടെ ആദ്യത്തെ അക്ഷരങ്ങളാണ് CCEO. അങ്ങനെ നിങ്ങൾ കേട്ടാൽ CCEO എന്ന് എവിടെയെങ്കിലും കേട്ടാൽ അത് പൗരസ്ത്യ സഭകളുടെ നിയമസംഹിത ആണ്. CCC 3 C കേട്ടാൽ കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമാണ്. ഈ ലത്തീൻ സഭയുടെ CIC എന്നൊരു ലത്തീൻ സഭയുടെ നിയമഗ്രന്ഥം CIC, കോദക്സ് യൂറിസ് കാനോനിച്ചി എന്നാണ്. CIC അത് ലത്തീൻ സഭയുടെ നിയമഗ്രന്ഥമാണ്. പൗരസ്ത്യ സഭകളുടേത് സീറോ മലബാർ സഭ, മലങ്കര സഭയൊക്കെ ഉൾപ്പെടുന്ന പൗരസ്ത്യ സഭകളുടെ നിയമപുസ്തകം ഷോർട്ട് ഫോമിൽ CCEO എന്നറിയപ്പെടുന്നു. ആ CCEOയിലെ 776 പാരഗ്രാഫ് 1 നമ്മളിപ്പോൾ കണ്ട തിരുസഭയുടെ കാഴ്ചപ്പാടിലുള്ള ഒരു വിവാഹ വിവരണം. വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ഒരു നിയമപരമായ ഈ വിവരണത്തിലേക്ക് കുറച്ചും കൂടി ഒന്ന് കടന്നു ചെല്ലുക. ഇതിൻ്റെ പ്രധാനപ്പെട്ട 7-8 പോയിന്റുകളെ നമ്മളൊന്ന് അപഗ്രഥിച്ചുകൊണ്ടാണ് സഭയുടെ കാഴ്ചപ്പാടിൽ വിവാഹം എന്താണെന്ന് നിയമപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നിയമത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുക. നിയമത്തിൻ്റെ വെളിച്ചത്തിലാണെങ്കിലും ഇതെല്ലാം ഒരുപാട് ദൈവശാസ്ത്രവും അധ്യാത്മശാസ്ത്രവും സഭാശാസ്ത്രവും ഒക്കെ ഉൾച്ചേരുന്ന ഒരു നിർവചനമാണ്, ഒരു വിവരണമാണ്. ഈ വിവരണത്തിൽ ബൈബിളുണ്ട്, വിശുദ്ധ ഗ്രന്ഥമുണ്ട്. ഈ വിവരണത്തിൽ ദൈവശാസ്ത്രമുണ്ട്. ഈ വിവരണത്തിൽ സഭാശാസ്ത്രമുണ്ട്. അങ്ങനെ ഒരുപാട് ആധ്യാത്മിക ശാസ്ത്രമുണ്ട്. അപ്പോൾ സഭയുടെ ഒരുപാട് പഠന ബ്രാഞ്ചുകൾ ഉൾക്കൊള്ളുന്ന ഒരു വിവരണമാണ്. നമ്മൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകും. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ വിവാഹ വിവരണത്തിലെ മുഖ്യ ആശയങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അടുത്തതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേട്ട ഈ വിവാഹ വിവരണത്തിലെ മുഖ്യമായ ആശയങ്ങളിലേക്ക് നമ്മളൊന്ന് കടന്നു പോകുക. സഭയുടെ കാഴ്ചപ്പാടിലെ വിവാഹം എന്താണെന്ന് നിയമപുസ്തകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത്തേത്, വിവാഹം എന്ന് പറയുന്നത് ആര് സ്ഥാപിച്ചു? പീറ്റർ കൊച്ചുപുരയ്ക്കലച്ചൻ സ്ഥാപിച്ചതാണോ? അല്ല. ജേക്കബ് മനത്തോടത്തെ പിതാവ് കൊണ്ടുവന്നാണോ? അല്ല. നമ്മുടെ അരുൺ കലമറ്റ അച്ഛൻ കൊണ്ടുവന്നാണോ? അല്ല. ജെറിൻ വാഴപ്പിള്ളിയച്ഛൻ കൊണ്ടുവന്നാണോ? അല്ല, ആരുമല്ല. നിങ്ങൾ ആരും കൊണ്ടുവന്നതല്ല. ദേവരൻ്റെ സിസ്റ്ററും കൊണ്ടുവന്നതല്ല. വിവാഹം എന്ന് പറയും ആരാണ് സ്ഥാപിച്ചത്? സൃഷ്ടികർത്താവായ ദൈവം സ്ഥാപിച്ച ഒരു സംവിധാനമാണ് വിവാഹം. അതാണ് ഒന്നാമത്തെ കാഴ്ചപ്പാട്, ഒന്നാമത്തെ പോയിന്റ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? സൃഷ്ടികർത്താവായ ദൈവം സ്ഥാപിച്ചതാണ് വിവാഹം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്: വിവാഹബന്ധത്തിനും കുടുംബജീവിതത്തിനും ദൈവികമായ ഒരു അടിത്തറയുണ്ടെന്നുള്ളതാണ്. ദൈവികമായ ഒരു അടിത്തറ, ഡിവൈൻ ഫൗണ്ടേഷൻ. വിവാഹ ജീവിതത്തിന്, കുടുംബജീവിതത്തിന് ദൈവികമായ ഒരു അടിത്തറ. രണ്ടാമത്തെ പോയിന്റ്, രണ്ടാമത്തെ അർത്ഥം, വിവാഹത്തിനും കുടുംബത്തിനും
വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനമുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവാഹം, കുടുംബം. ദൈവികമായ അടിത്തറയിന്മേലാണ് വിവാഹം, കുടുംബം. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സൃഷ്ടികർത്താവായ ദൈവം വിവാഹം കൊണ്ടുവന്നു, കുടുംബജീവിതം സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് അർത്ഥങ്ങളുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. ഈ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്നാമത്തെ മുഖ്യ ആശയത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. ക്ലിയർ ആയല്ലോ? ഓക്കെ. അതിന് പറ്റിയ ബൈബിൾ കൊട്ടേഷൻസ് ഒക്കെ, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. രണ്ട് പോയിന്റുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. രണ്ടാമത്തെ മുഖ്യ ആശയം, വിവാഹ കുടുംബ ജീവിതം തൻ്റെ നിയമങ്ങൾ കൊണ്ട് ദൈവം ക്രമപ്പെടുത്തിയിരിക്കുന്നു. ഓർഡേർഡ് ബൈ ഹിസ് ലോസ് എന്നാണ് പറയും. ഓർഡേർഡ് ബൈ ഹിസ് ലോസ്. ദൈവത്തിൻ്റെ തൻ്റെ നിയമങ്ങൾ കൊണ്ട് ദൈവം ക്രമപ്പെടുത്തിയിരിക്കുന്ന ഒരു സംവിധാനമാണ് കുടുംബജീവിതം, വിവാഹ ജീവിതം. ദൈവത്തിൻ്റെ നിയമങ്ങൾ കൊണ്ടാണ് കുടുംബജീവിതം ക്രമപ്പെടുത്തിയിരിക്കുന്നുവെങ്കിൽ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? അതിൻ്റെ അർത്ഥം എന്താണ്? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വിവാഹ ജീവിതം ദമ്പതികൾക്ക് തോന്നുന്നത് പോലെ, തന്നിഷ്ടം പോലെ എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കാനുള്ളതല്ല. ആരാണ് കുടുംബജീവിതത്തെ നയിക്കുന്നത്? ആരുടെ ക്രമമനുസരിച്ചാണ് കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്? ദൈവത്തിൻ്റെ സ്ഥാപകനായ ദൈവത്തിൻ്റെ ഇഷ്ടം. അതാണ് അവിടുത്തെ നിയമങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച്, ദൈവത്തിൻ്റെ താല്പര്യമനുസരിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് മാത്രം കൊണ്ടുപോകേണ്ട ഒരു ജീവിതമാണ് കുടുംബജീവിതം. അതുകൊണ്ട് ഓരോരുത്തർക്കും ഇഷ്ടം പോലെ ഇങ്ങനെയൊക്കെ മതി, അങ്ങനെയൊക്കെ മതി എന്നും പറഞ്ഞ് പോയാൽ പോരാ. അതാണ് ഈ പോയിന്റിൻ്റെ അർത്ഥം, ഈ വിവരണത്തിലെ ഈ ആശയത്തിൻ്റെ ഒന്നാമത്തെ അർത്ഥം. വിവാഹത്തെയും കുടുംബത്തെയും കുറിച്ചുള്ള ദൈവഹിതം ആരായണം. അതുമാത്രം കുടുംബത്തിൽ, ജീവിതത്തിൽ നടപ്പാക്കണം. അതുമാത്രമേ നടപ്പാക്കാവൂ. വിവാഹത്തെയും കുടുംബത്തെയും കുറിച്ചൊക്കെയുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. വിശുദ്ധ ഗ്രന്ഥം ഒരുപാട് നമ്മളെ സഹായിക്കും. നല്ല ദമ്പതികളുടെ ചരിത്രം വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. അപ്പോൾ ദൈവം വിഭാവനം ചെയ്യുന്ന കുടുംബം എന്നെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. അതനുസരിച്ച് വേണം മുമ്പോട്ട് കൊണ്ടുപോകാൻ. സ്ത്രീയും പുരുഷനും ദൈവിക കുടുംബ സംവിധാനത്തിലെ പരസ്പര പൂരകങ്ങളാണ്. സ്ത്രീയും പുരുഷനും പരസ്പര സ്നേഹവും സ്വയസമർപ്പണവും, ഭാര്യാഭർത്താക്കന്മാർ, മാതാപിതാക്കൾ, മക്കൾ എന്നിവരെ എല്ലാം കുറിച്ചുള്ള ദൈവവചനമനുസരിച്ചുള്ള കുടുംബജീവിതം, ഇതാണ് വിവാഹ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ദൈവക്രമം. കുടുംബജീവിതത്തിന് അടിസ്ഥാനപരമായൊരു ദൈവിക ക്രമമുണ്ട്. ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കൾ, കുടുംബം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ദൈവവചനത്തെ അന്വേഷിക്കുക, കണ്ടെത്തുക. അതോടൊപ്പം തന്നെ കാലാകാലങ്ങളിൽ സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളിൽ നിന്നും കുടുംബജീവിതത്തെ എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ള കുറേ കാഴ്ചപ്പാടുകൾ നമുക്ക് കിട്ടും. സഭയുടെ പ്രബോധനങ്ങളും ദൈവവചനത്തിൽ നിന്നും ഒക്കെ കിട്ടുന്ന കാഴ്ചപ്പാടുകൾ വെച്ചുകൊണ്ട് കുടുംബജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകണം. ഭാര്യമാരുടെ കടമകൾ, ഭർത്താക്കന്മാരുടെ കടമകൾ, മക്കളെ പാലിക്കേണ്ട രീതികൾ, കുടുംബജീവിതത്തിന് അതിൻ്റേതായ ഒരു ദൈവിക ക്രമമുണ്ട്. ആ ക്രമത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കരുത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അതാണ് രണ്ടാമത്തെ പോയിന്റ്. തൻ്റെ നിയമങ്ങൾ കൊണ്ട് ക്രമപ്പെടുത്തിയിരിക്കുന്നതാണ് ഒന്നാണ് വിവാഹം, കുടുംബം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ പോയിന്റ്, ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട ഈ പോയിന്റുകളെ കുറിച്ചുള്ള ചെറിയൊരു പിക്ടോറിയൽ പ്രസൻറ്റേഷനാണ്, ഒരു പിക്ചർ കൊണ്ടുള്ള പ്രസൻറ്റേഷൻ. ഇതാണ് വിവാഹം വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനമുള്ളതും ദൈവഹിതപ്രകാരം ദമ്പതികൾ ജീവിച്ച് പൂർത്തിയാക്കേണ്ടതുമായ ഒരു പരസ്പര ബന്ധമാണെന്ന് ഇതുവരെ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പുറത്ത് പരസ്പരം ബന്ധിതങ്ങളായ രണ്ട് മോതിരങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെ നമ്മുടെ ഉള്ളിൽ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനമുള്ളതും വിവാഹം വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനമുള്ളതും ദൈവഹിതപ്രകാരം ദമ്പതികൾ ജീവിച്ച് പൂർത്തിയാക്കേണ്ടതുമായ പരസ്പര ബന്ധമാണ്. മൂന്നാമത്തെ ആശയം, വിവാഹ വിവരണത്തിലെ മൂന്നാമത്തെ മുഖ്യമായ ആശയം, ആരാണ് വിവാഹം കഴിക്കുന്നത്? ആരാ വിവാഹം കഴിക്കുന്നത്? സ്ത്രീയും പുരുഷനും ഒരിക്കലും മറന്നു പോകരുത്. സഭയുടെ കാഴ്ചപ്പാടിൽ വിവാഹിതരാകുന്നത് സ്ത്രീയുമല്ല. സഭയുടെ കാഴ്ചപ്പാടിൽ വിവാഹം കഴിക്കുന്നത് പുരുഷനുമല്ല. പിന്നെ ആരാ? സ്ത്രീയും പുരുഷനും. ഈ പോയിന്റ് നമ്മെ വ്യക്തമാക്കി പഠിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് സഭയുടെ വിവാഹ വിവരണത്തിൽ, നിയമത്തിലുള്ള വിവാഹ വിവരണത്തിൽ ഇത് ചേർത്തിരിക്കുക, സ്ത്രീയും പുരുഷനും. അങ്ങനെ വരുമ്പോൾ അതിനെതിരെയുള്ള ചിന്തകളെല്ലാം അസ്ഥാനത്താണ്. ഏതെങ്കിലും രാഷ്ട്രങ്ങൾ സ്ത്രീയും തമ്മിൽ വിവാഹിതരാകാമെന്നോ
പുരുഷനും പുരുഷനും തമ്മിൽ സ്വവർഗ വിവാഹം അനുവദനീയമാണെന്ന് ഏതെങ്കിലും രാഷ്ട്രങ്ങൾ നിയമം കൊണ്ടുവന്നാൽ ദൈവിക നിയമത്തിനെതിരാണ്. അത് പാലിക്കാൻ സഭ ഒരിക്കലും കടപ്പെട്ടിട്ടുമില്ല. ദൈവിക നിയമത്തിനെതിരായ ഒരു കാര്യവും ഏത് രാഷ്ട്രം കൊണ്ടുവന്നാൽ പോലും, വേണമെങ്കിൽ രക്തസാക്ഷികളൊക്കെ അങ്ങനെയാണ് ഉണ്ടായത്, വിവാഹ നിയമം ലംഘിച്ചതുകൊണ്ടല്ല. രാഷ്ട്ര നിയമത്തെ അല്ലെങ്കിൽ ഒരു രാജാവ് കൊണ്ടുവരുന്ന നിയമത്തെ ദൈവ നിയമത്തിനെതിരാണെന്ന് കണ്ടപ്പോൾ അവരനുസരിക്കാൻ കൂട്ടാക്കിയില്ല. ഉടനെ തലവെട്ടി, കൈവെട്ടി, കാലുവെട്ടി രക്തസാക്ഷികൾ ഉണ്ടാകുക. രാജാവിനെ ആരാധിക്കണം, ദൈവത്തിന് പകരം രാജാവിനെ ആരാധിക്കണം, രാജാവ് കൊണ്ടുവരുന്ന വിഗ്രഹങ്ങളെ പൂജിക്കണം, ദൈവത്തെ മറക്കണം, സത്യദൈവത്തെ മറക്കണം. അപ്പോൾ ഇങ്ങനെ ദൈവിക ക്രമത്തെ മറക്കാൻ വേണ്ടി കൊണ്ടുവരുന്നവരെ ഒക്കെ മാറ്റി നിർത്തിയിട്ട് സത്യദൈവത്തെ ആരാധിക്കാൻ വേണ്ടി നിന്നപ്പോൾ കുറേ രക്തസാക്ഷികളുണ്ട്. അപ്പോൾ ജീവൻ പോയാലും ദൈവിക നിയമത്തിനെതിരായിട്ട് സഭയ്ക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, സഭ അനുവദിക്കുന്നുമില്ല. നമ്മളും അതനുസരിച്ച് നീങ്ങേണ്ടിയിരിക്കുന്നു. അപ്പോൾ സഭയുടെ കാഴ്ചപ്പാടിൽ ദൈവക്രമത്തിൻ്റെ ഭാഗമായിട്ട് സ്ത്രീയും പുരുഷനുമാണ് വിവാഹിതരാകുന്നത്. പുരുഷൻ തൻ്റെ മാതാപിതാക്കളെ വിട്ട് മറ്റൊരു പുരുഷനോട് ചേരും. അങ്ങനെയാണോ ബൈബിളിൽ? സ്ത്രീ മറ്റൊരു സ്ത്രീയോട് ചേരും. പുരുഷൻ തൻ്റെ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയോട് ചേരുമെന്ന് പറയുന്ന വചനത്തിൻ്റെ മറുഭാഗമാണ് സ്ത്രീ തൻ്റെ മാതാപിതാക്കളെ വിട്ട് പുരുഷനോട് ചേരുമെന്നുള്ളത്, ഇല്ലേ? അതിൽ തന്നെ അണ്ടർസ്റ്റുഡാണ്. അതാണ് ഈ പറഞ്ഞ സ്വവർഗ വിവാഹമല്ല, പിന്നെയോ സ്ത്രീ പുരുഷ ബന്ധമാണ്, സ്ത്രീ പുരുഷ വിവാഹമാണ് സഭയിലേത്. ഇതിനോട് കൂടെ ചേർന്ന് പോകുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ സ്വവർഗ വിവാഹം അല്ല, ഇല്ല സഭയിൽ. ദൈവം പുരുഷന് സ്ത്രീയെയും സ്ത്രീക്ക് പുരുഷനെയും നൽകി. അവർ ഇരുവരും ഒരു ശരീരമാണ്. അവർ ഇരുവരും ഒരു ശരീരമാണ്, സ്ത്രീയും പുരുഷനും. ഓക്കെ, ഇനി സ്ത്രീയും പുരുഷനുമാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ നമ്മുടെ മറു ചോദ്യം ഇതാണ്: എത്ര സ്ത്രീ എത്ര പുരുഷൻ? അതൊരു മറു ചോദ്യമാണ്. എനിക്കിഷ്ടം പോലെ കുറേ സ്ത്രീകളെ കല്യാണം കഴിക്കാവോ? എനിക്കിഷ്ടം പോലെ കുറേ പുരുഷന്മാരെ കല്യാണം കഴിക്കാവോ? കർത്താവ് ദൈവം പറഞ്ഞു പുരുഷനും സ്ത്രീയും തമ്മിൽ വിവാഹിതരായിക്കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിഷ്ടം പോലെ ചെയ്യാവോ? ഇല്ല. ദൈവിക ക്രമം ഉണ്ട് കേട്ടോ. ഏറ്റവും ആദ്യം പറഞ്ഞ ദൈവക്രമം, ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് വേണം പോ. അപ്പോൾ അങ്ങനെ പാടില്ല. അതിന് സഭയിൽ വേറെ നിയമമുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഒരു സ്ത്രീയും ഒരു പുരുഷനുമാണ് സഭയുടെ കാഴ്ചപ്പാടിൽ വിവാഹിതരാകുന്ന വ്യക്തികൾ. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിലും അതിൻ്റേതായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ സഭയുടെ നിയമത്തിലുള്ളതും സഭയുടെ കാഴ്ചപ്പാടിലുള്ളതും നിങ്ങളെ മനസ്സിലാക്കി തരുന്നു എന്ന് മാത്രം. ഇത് കണ്ടോ, നമ്മൾ ദാമ്പത്യ പാരസ്പര്യത്തിൻ്റെ ഒരു പിക്ചറാണ്. ദാമ്പത്യ പാരസ്പര്യം, സ്ത്രീയും പുരുഷനും പരസ്പര പൂരകങ്ങളാണ്, പാരസ്പര്യം. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു വാചകം ഞാൻ വായിക്കാം. My hands were made in such a way that only yours will fit perfectly into them. സ്ത്രീ പുരുഷനോടും പുരുഷൻ സ്ത്രീയോടും പറയുന്ന പരസ്പര പൂരകത്തിൻ്റെ ഒരു വചനമാണ്, ഒരു വാക്കാണ്. എന്താണെന്നറിയാമോ? മൈ ഹാൻഡ്സ്, എൻ്റെ കരങ്ങൾ എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അറിയാമോ? എങ്ങനെയാണെന്നറിയാമോ? എൻ്റെ കരങ്ങൾ നിൻ്റെ കരങ്ങളിൽ മാത്രമേ പെർഫെക്റ്റ്, പരിപൂർണമായി യോജിക്കുകയുള്ളൂ എന്ന രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എൻ്റെ കൈ നിൻ്റെ കൈയിലാണ് പരിപൂർണമായി യോജിക്കുകയുള്ളൂ എന്ന രീതിയിലാണ് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പോരെ, ഇതിനേക്കാൾ അപ്പുറത്ത് വല്ലതും വേണോ? പരിപൂർണമായി യോജിപ്പിക്കപ്പെടുന്ന രീതിയിലാണ് എൻ്റെ കൈയും നിൻ്റെ കൈയും. മൈ ഹാൻഡ്സ് വെർ മെയ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഓൺലി യുവേഴ്സ് വിൽ ഫിറ്റ് പെർഫെക്റ്റ്ലി ഇൻ ടു ദെം. ഇത്രയും പോരെ ഇതിനെക്കുറിച്ച്? ഓക്കെ, നാലാമത്തെ ആശയം, വിവാഹ വിവരണത്തിലെ മുഖ്യമായ ആശയത്തിലെ നാലാമത്തെ കാര്യം സമ്മതമാണ്. വിവാഹസമ്മതം. ഒരു പക്ഷേ വിവാഹമെന്ന് പറയുന്ന സംവിധാനത്തിലെ, വിവാഹമെന്ന് പറയുന്ന സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സമ്മതമാണ്. അതുകൊണ്ടാണ് ആദിമ കാലഘട്ടം മുതൽ സമ്മതമാണ് വിവാഹത്തെ സൃഷ്ടിക്കുന്നത്, വിവാഹത്തെ ഉണ്ടാക്കുന്നത്. സമ്മതമാണ്. കൺസെൻറ്റ് മേക്സ് മാര്യേജ് എന്നാണ് പറയുക. സമ്മതമാണ് വിവാഹത്തെ ഉണ്ടാക്കുന്നത്, വിവാഹത്തെ. സമ്മതമെങ്കില്ലെങ്കിൽ വിവാഹം ഇല്ല. കൺസെൻറ്റ് മേക്സ് മാര്യേജ്. കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ സമ്മതമെന്നാണ്. വിവാഹസമ്മതം, ഇവിടെ വിവാഹസമ്മതം. കൺസെൻറ്റ് മേക്സ് മാര്യേജ്. അപ്പോൾ വിവാഹ സമ്മതത്തിൽ എന്തെങ്കിലും ന്യൂനത പറ്റിയാൽ അത് വിവാഹം അല്ലാതായിത്തീരും. വെറും ഒരു ചടങ്ങ്, ഒരു ആത്മീയ ചടങ്ങ് മാത്രം പള്ളിയിൽ നടന്നിട്ട് പോകേണ്ടി വരും. സമ്മതത്തിലെ ന്യൂനത നമ്മളതിനെക്കുറിച്ച് പെട്ടെന്ന് കാണും പിന്നീട്. സമ്മതത്തിൻ്റെ പ്രത്യേകത വ്യക്തിപരമാണ്. സ്ത്രീയും പുരുഷനും പരസ്പരം കൈമാറുന്ന വ്യക്തിപരമായ ഒരു സംഭവമാണ് ഈ സമ്മതം. അത് പിൻവലിക്കാൻ പാടില്ലാത്തതാണ്.
എന്ന് പറഞ്ഞാൽ മരണം വരെയുള്ള കാലദൈർഘ്യമാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? മരണം വരെയുള്ള കാലദൈർഘ്യം. ഇതിനെക്കുറിച്ച് കുറേയേറെ വിശദീകരണങ്ങളുണ്ട്, സമയമൊക്കെ നീണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മരണം വരെയുള്ള കാലദൈർഘ്യം പിൻവലിക്കാൻ പാടില്ലാത്തതെന്ന് പറയുമ്പോൾ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച്, ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പിൻവലിക്കാൻ പാടില്ലാത്തതാണ് സമ്മതം. ഓക്കെ. ഒരു മനുഷ്യനും പകരം നിൽക്കാനാവാത്ത, ഇപ്പോൾ ഒരാൾക്ക് പകരം, ഇപ്പോൾ ബോബൻ നൽകേണ്ട സമ്മതം ബോബൻ നൽകണം. മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റില്ല, കൂട്ടുകാർക്ക് കൊടുക്കാൻ പറ്റില്ല. മോളി നൽകേണ്ട സമ്മതം മോളി തന്നെ കൊടുക്കണം. മോളിയുടെ കൂട്ടുകാർക്കോ മാതാപിതാക്കന്മാർക്കോ രാഷ്ട്രത്തിന് പോലും കൊടുക്കാൻ സാധിക്കില്ല. മറ്റൊരു ശക്തിക്കും പകരം കൊടുക്കാൻ പറ്റാത്തതാണ്. ഓക്കെ. അപ്പോൾ സമ്മതം, നമ്മൾ ഈ സമ്മതത്തെക്കുറിച്ചൊക്കെ പിന്നീട് കാണാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അതിൻ്റെ മെയിൻ കാര്യം പറഞ്ഞു പോകുന്നത്. ഓക്കെ. 4ാമത്തെ പോയിന്റ്. ഇനി ഞാൻ ഈ 4ാമത്തെ പോയിന്റിൽ സമ്മതം കൊടുക്കൽ എന്ന് പറയുന്ന ആ കാര്യത്തെക്കുറിച്ച് ഒരു വിവരണം കൂടി എനിക്ക് പറയാനുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം സമ്മതം കൊടുക്കുന്ന പ്രവൃത്തിയെക്കുറിച്ച് പറയുക, അതൊരു ഹ്യൂമൻ ആക്ട് എന്നാണ്. ഹ്യൂമൻ ആക്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യപ്രവൃത്തി എന്നാണ് അതിൻ്റെ മലയാളത്തിൽ പറയുന്ന വാക്ക്. മനുഷ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, ആ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ഞാനാണ് ചെയ്യുന്നതെന്നും ഇതെന്താണ് ചെയ്യുന്നതെന്നും അത് ചെയ്യുന്നത് എൻ്റെ സ്വതന്ത്രമായ തീരുമാനപ്രകാരമാണെന്നും അത് ചെയ്തു കഴിഞ്ഞാലുണ്ടാകുന്ന അനന്തരഫലം എന്താണെന്നും എനിക്ക് അറിവുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയെയാണ് ഹ്യൂമൻ ആക്ട് എന്ന് പറയുന്നത്. മനുഷ്യപ്രവൃത്തി, ഹ്യൂമൻ ആക്ട്. ഞാനിത് ചെയ്യുന്നു, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, എനിക്കറിയാം, ബോധമുണ്ട്. എൻ്റെ സ്വന്തമായ താല്പര്യവും തീരുമാനമനുസരിച്ചാണ് ഞാനത് ചെയ്യുന്നത്. അത് ചെയ്തു കഴിഞ്ഞാലുണ്ടാകുന്ന അനന്തരഫലങ്ങളെക്കുറിച്ച് എനിക്ക് അറിവുമുണ്ട്. അതിന് നമ്മൾ ഹ്യൂമൻ ആക്ട് എന്ന് പറയുന്നു. അല്ലാത്ത ചില പ്രവൃത്തികൾ, ആക്ട്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, അമാനുഷിക പ്രവൃത്തികൾ, പിന്നെന്താ പറയുക, ഓടുകയും ചാടുകയും ഇരിക്കുകയും നടക്കുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്ന പ്രവൃത്തികളുണ്ട്. അതിനെ ആക്ട്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, മാനുഷിക പ്രവൃത്തികൾ എന്ന രീതിയിൽ വിളിക്കാൻ പറ്റുന്നത് മനുഷ്യപ്രവൃത്തിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സമ്മതം കൊടുക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ഒരു ഹ്യൂമൻ ആക്ട് അല്ലേ? മനുഷ്യപ്രവൃത്തി അല്ലേ? ഞാനാണ് ചെയ്യുന്നത്, എനിക്കറിയാം, എന്നെ ആരും തള്ളി വിട്ടതല്ല, ഞാൻ സ്വതന്ത്രമായി ചെയ്യുന്നൊരു കാര്യമാണ്. ഞാനാണത് ചെയ്യുന്നത് എനിക്കറിയാം. പിന്നെ അത് ചെയ്തു കഴിഞ്ഞാലുള്ള, സമ്മതം കൊടുത്തു കഴിഞ്ഞാലുള്ള അനന്തരഫലങ്ങളെക്കുറിച്ചും എനിക്കറിയാം. അപ്പോൾ സമ്മതം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്. ഇറ്റ്സ് ആൻ ആക്ട്. ഇച്ഛാശക്തിയുടെ ഉള്ളിലുള്ള നമ്മുടെ ആന്തരികതയുടെ ഒരു പ്രവൃത്തിയാണ്. ഒരു പ്രവൃത്തിയാണ് സമ്മതം കൊടുക്കുക എന്ന് പറയും. ആന്തരികതയിൽ നിന്ന് വരുന്നത് നാവിലൂടെ ഉച്ചരിക്കുമ്പോൾ പ്രവൃത്തിയിലായി മാറുന്നു. സംസാരിക്കുക എന്ന് പറയുന്നൊരു പ്രവൃത്തിയാണ്, ഉച്ചരിക്കുക എന്ന് പറയുന്നൊരു പ്രവൃത്തിയാണ്. അപ്പോൾ ഈ ആന്തരികത നാവിലൂടെ, വാക്കുകളിലൂടെ പുറത്തേക്ക് വരുമ്പോൾ അതൊരു പ്രവൃത്തിയായിട്ട് മാറുന്നു. ഓക്കെ. സമ്മതം കൊടുക്കൽ ഒരു ഹ്യൂമൻ ആക്റ്റാണ്, മനുഷ്യപ്രവൃത്തി. അത് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ബോധപൂർവം ചെയ്യുന്നൊരു പ്രവൃത്തിയാണെന്നർത്ഥം. നമ്മൾ ഒരു പള്ളി കണ്ടു അല്ലേ? അത്രയേ ഉള്ളൂ. ദമ്പതികൾ സമ്മതം കൊടുക്കാനായിട്ട് പള്ളിയിലേക്ക് വരികയാണ്. ഇതിനെ വെച്ചുകൊണ്ട് വിശദീകരണങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. തൽക്കാലം ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്ന അടുത്ത വിവാഹ വിവരണത്തിലെ 5ാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് സമ്പൂർണ്ണ പങ്കാളിത്ത കൂട്ടായ്മയാണ്. ജീവിത പങ്കാളിത്ത കൂട്ടായ്മ. വിവാഹത്തിലേക്ക് വരുന്ന ദമ്പതികൾ രൂപീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പങ്കാളിത്ത ജീവിത കൂട്ടായ്മയാണ്. പാർട്ട്ണർഷിപ്പ് ഓഫ് ദ ഹോൾ ഓഫ് ലൈഫ് എന്നാണ് പറയുക. പാർട്ട്ണർഷിപ്പ്, പങ്കാളിത്ത ജീവിതം. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. പങ്കാളിത്ത കൂട്ടായ്മ, പാർട്ട്ണർഷിപ്പ് ഓഫ് ദ ഹോൾ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? പരസ്പര സമ്പൂർണ്ണ ജീവിത സമർപ്പണമാണ്. പരസ്പര സമ്പൂർണ്ണ ജീവിതം, ഒന്നും ബാക്കിയില്ല, സമ്പൂർണ്ണമാണ് സമർപ്പണം. സ്ഥിരതയുള്ള ദാമ്പത്യ സ്നേഹമാണ്. നീ എന്തെങ്കിലും എനിക്ക് ചെയ്തു തന്നാൽ മാത്രമേ ഞാൻ നിന്നെ സ്നേഹിക്കുകയുള്ളൂ, അല്ല. ചില സമയത്ത് തോന്നിയ പോലെയും അല്ലാത്ത സമയത്ത് വേറെ രീതിയിലും അല്ല. സ്ഥിരതയുള്ള ദാമ്പത്യ സ്നേഹം. അതുപോലെ മേൽക്കോയ്മ, അധികാര, ഉപഭോഗ വസ്തു ചിന്താഗതികളില്ലാത്ത ബന്ധം. എന്നെ ആ വീട്ടിൽ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് ഏതോ ഒരു വസ്തുവിനോട് പെരുമാറുന്നത് പോലെ ആയിപ്പോയി. വീട്ടിൽ എനിക്കൊരു സ്ഥാനവുമില്ല. എന്നെ ഒരു ഉപഭോഗ വസ്തുവാക്കിയിട്ട് അവൻ ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഉപഭോഗ വസ്തുവായിട്ട് എന്നെ കണക്കാക്കിക്കൊണ്ടിരിക്കുക. എനിക്കിനി അവൻ്റെ കൂടെ ജീവിക്കാൻ സാധ്യമല്ല. മോളിയുടെ വിവാഹ പരാതിയാണ് രൂപതാ കോടതിയിൽ പീറ്റർ കൊച്ചുപുരയ്ക്കലച്ഛൻ്റെ അടുത്ത്. ഉപഭോഗ വസ്തുവിനെ പോലെ കണക്കാക്കുക. ആവശ്യമുള്ളപ്പോൾ മതി, അല്ലാത്തപ്പോൾ വേണ്ട. എന്താണ് അവൻ്റെ ആവശ്യമെന്ന് പ്രായപൂർത്തിയായിട്ടുള്ള നിങ്ങൾക്ക് വ്യക്തമാകും, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള ഉപഭോഗ വസ്തു സംസ്കാരത്തിൽപ്പെട്ട ഒരാളായിട്ട്, രണ്ടുപേരായിട്ട് വിവാഹ ജീവിതക്കാരെ, ദമ്പതികളെ കാണാൻ പറ്റില്ല. സമ്പൂർണ്ണ പങ്കാളിത്ത ജീവിത കൂട്ടായ്മ എന്ന് പറയുന്ന സംഗതി എവിടെയുണ്ട്?
യോജിച്ച ഇണകളുടെ മാനസിക പൊരുത്തമാണ് സമ്പൂർണ്ണ ജീവിത പങ്കാളിത്ത കൂട്ടായ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാവുക. യോജിച്ച ഇണകളുടെ മാനസിക പൊരുത്തം. അതുപോലെ തന്നെ വിഭജിക്കപ്പെടാത്ത ജീവിത പങ്കാളിത്തം. വിഭജിക്കപ്പെടാൻ പാടില്ല. കുറച്ച് നിനക്കും കുറച്ച് അവൾക്കും, കുറച്ച് നിനക്കും കുറച്ച് അവനും. അതല്ല സമ്പൂർണ്ണ പങ്കാളിത്ത ജീവിത കൂട്ടായ്മ. കാര്യങ്ങൾ ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ സമ്പൂർണ്ണ പങ്കാളിത്ത ജീവിത കൂട്ടായ്മയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില ആശയങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഒരു പടം കാണാം. കണ്ടോ നിങ്ങൾ? പങ്കാളിത്ത ജീവിതത്തിൻ്റെ തകർച്ചയാണ് എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിരമായ വഴക്കാണ്, വാക്പയറ്റാണ്, നിഴൽ നാടകങ്ങളാണ്. ആർക്കും ഒന്നും മനസ്സിലാകില്ല അവർ തമ്മിൽ സംസാരിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണ് അല്ലേ? വഴക്കാണ്, ശരിക്കും എന്നും വഴക്കാണ്, സ്ഥിരമായ വഴക്ക്. അപ്പോൾ ദാമ്പത്യ ജീവിത പങ്കാളിത്ത ജീവിത കൂട്ടായ്മ ഇല്ലെങ്കിൽ ഇതാണ് അടയാളം. 1-2 ദിവസമല്ല, ഞാൻ ആ വീട്ടിൽ വന്നതിന് ശേഷം ഒരു സ്നേഹത്തോടു കൂടിയുള്ള ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ടില്ല, ഒരു തുണിക്കഷ്ണമെങ്കിലും മേടിച്ച് തന്നിട്ടില്ല, പുറത്തേക്കൊന്ന് കൊണ്ടുപോയിട്ടില്ല. എക്സെപ്ഷണൽ കേസുകളായിരിക്കാം, എല്ലായിടത്തും സംഭവിക്കണമെന്നില്ല. എല്ലാ ദിവസവും പുറത്ത് പോകാനോ എല്ലാ ദിവസവും തുണിക്കഷ്ണം മേടിക്കാനൊന്നും പോകാൻ പറ്റുന്ന കാര്യമല്ല, വളരെ സംഭവിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കേസുകളെക്കുറിച്ച് അനുഭവങ്ങളുടെ വെളിച്ചത്തിലും പരാതികളുടെയൊക്കെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാനൊരു 13 വർഷത്തോളം രൂപതാ കോടതിയിലെ ചാർജുള്ള അച്ഛനായിരുന്നു. അച്ഛന്മാരൊക്കെ ഇവിടെ ഉണ്ട്. ഈ ജെറണച്ചനൊക്കെ സഹായിട്ടുണ്ടായിരുന്നു. അരുണച്ചനൊക്കെ ഒരു കാലത്ത് സഹായിക്കാൻ വന്നിരുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മയിൽ പോയ കോടതി കേസുകളുടെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. ഓക്കെ, അതിൻ്റെ വെളിച്ചത്തിലും കൂടെ പറയുക. അപ്പോൾ പങ്കാളിത്ത ജീവിത കൂട്ടായ്മയുടെ തകർച്ചയാണ് ഇത് കാണിക്കുക. ഭയങ്കര വഴക്കാണ്, അതുണ്ടാകാൻ പാടില്ല. ഓക്കെ, ഈ പങ്കാളിത്ത ജീവിതത്തിൻ്റെ ആ കൂട്ടായ്മയുടെ തകർച്ച സംഭവിച്ചാൽ, അങ്ങനെ തകരുന്ന ഒരു സാഹചര്യം, അത് തകരുന്നത് ഞാൻ നീ എന്ന് പറയുന്ന പ്രശ്നങ്ങളാണ്, ഈഗോ പ്രശ്നങ്ങളാണ്. ഈ പങ്കാളിത്ത ജീവിത കൂട്ടായ്മ പാർട്ട്ണർഷിപ്പ് തകർക്കുന്നത് ഈഗോ പ്രശ്നങ്ങളാണ്. ഞാൻ നീ ഇങ്ങനെ ഒരു വ്യത്യസ്തത, അതിനെ പരിഹരിക്കാനുള്ളൊരു എക്സസൈസാണ് ഇവിടെ തന്നിരിക്കുന്നത്. പങ്കാളിത്ത ജീവിതത്തിന് സ്വന്തം കുറവുകൾ പരിഹരിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ME എന്ന് പറയുന്ന 2 അക്ഷരങ്ങളുണ്ട്. കണ്ടോ നിങ്ങൾ? ഈ 2 അക്ഷരങ്ങളിൽ ME എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാ സ്വാർത്ഥതയുടെയും കൂടാരമാണ്. ഞാൻ, എനിക്ക്, എൻ്റെ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ എന്ന് പറയുന്ന വലയത്തിൽ വരുന്നത്, അല്ലേ? ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, ഈ എക്സസൈസ് പറയുകയാണ്, നിങ്ങൾ M എന്ന് പറയുന്ന അക്ഷരത്തെ ആ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യുക. ഉണ്ടോ? കത്രിക ഇരിപ്പുണ്ട്. ആ കത്രിക കൊണ്ട് M എന്ന് പറയുന്ന അക്ഷരത്തെ കട്ട് ചെയ്യുക. ആദ്യത്തെ നിർദ്ദേശം ഇതാണ്, കട്ട് ഓൺ ദ ഡോട്ടഡ് ലൈൻ എന്ന് എഴുതിയിരിക്കുന്നത് താഴെ. കത്രിക കൊണ്ട് അതിനെ മുറിച്ചിട്ട് M-നെ മുറിച്ചിട്ട് രണ്ടാമത്തെ നിർദ്ദേശം റൊട്ടേറ്റ് 180 ഡിഗ്രീസ്, 180 ഡിഗ്രിയിൽ M-നെ തിരിച്ചു വയ്ക്കുക. അപ്പോൾ എന്തായി മാറും? വി ആയിട്ട് നിങ്ങൾ പറയുന്നുണ്ടോ? ശരിക്കും W ആയിട്ട് മാറും. ഇപ്പോൾ V ആയിട്ട് മാറും. ഞാൻ, എനിക്ക്, എൻ്റെ തുടങ്ങിയ സ്വാർത്ഥതയുടെ കൂടാരമായിരുന്ന ME എന്തായിട്ട് മാറി? ഞങ്ങൾ, നമ്മൾ, നമുക്ക് തുടങ്ങിയ നിസ്വാർത്ഥതയുടെയും കൂട്ടായ്മയുടെയും കൂടാരമായിട്ട് മാറും. ശരിയാണോ? അപ്പോൾ അങ്ങനെ ഒരു ചെറിയ എക്സസൈസ്. പക്ഷേ ഈ കത്രിക വെച്ചുള്ള ഈ മുറിക്കലാണ് പ്രശ്നം. M-നെ, എന്നെ കത്രിക വെച്ച് മുറിക്കണം. ആ ഒരു മുറിയപ്പെടലിൻ്റെ വിഷമം നമ്മൾ അനുഭവിച്ചേ പറ്റൂ. കുടുംബജീവിതത്തിൻ്റെ മനോഹാരിതയ്ക്കും ആസ്വാദ്യതയ്ക്കും ഈ ഒരു മുറിയപ്പെടൽ, അത് ആരുടെ ഭാഗത്തു നിന്നായാലും, ഭാര്യയുടെ ഭാഗത്തു നിന്നായാലും ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നായാലും, ഇങ്ങനെയുള്ള കത്രിക കൊണ്ടുള്ള കൊച്ചു കൊച്ചു മുറിയപ്പെടലുകൾ കൂട്ടായ്മ ജീവിതത്തിന്, പങ്കാളിത്ത ജീവിതത്തിന് ആവശ്യമാണ്. ഓക്കെ, 6ാമത്തെ പോയിന്റ്, വിവാഹം ഒരു ഉടമ്പടിയാണ്. ഉടമ്പടി 2 കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. പഴയ നിയമത്തിലെ ഉടമ്പടിയും പുതിയ നിയമത്തിലെ ഉടമ്പടിയും. പഴയ നിയമത്തിലെ ഉടമ്പടി ദൈവവും ഇസ്രായേൽ ജനതയും തമ്മിലുള്ള ഒരു സ്വന്ത ബന്ധമാണ് അവിടെ കാണിക്കുക. സ്വന്ത ബന്ധം. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവും. ഞാൻ നിങ്ങളുടെ ദൈവം, നിങ്ങൾ എൻ്റെ ജനം. ഈ ഒരു സ്വന്ത ബന്ധം പഴയ നിയമ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു വശമാണ്. പിന്നെ പുതിയ നിയമത്തിലെ ഉടമ്പടി ഈശോയും തിരുസഭയും തമ്മിലുള്ള ബന്ധമാണ്. ഈശോയും തിരുസഭയും തമ്മിലുള്ള ബന്ധത്തെ പൗലോസ് ശ്ലീഹ വ്യക്തമായിട്ട് ഉപമിച്ചിട്ടുണ്ട് വിവാഹബന്ധത്തോട്. ഈശോയും തിരുസഭയും തമ്മിലുള്ള ബന്ധം എന്താ? അതിൻ്റെ പ്രത്യേകത എന്തറിയാമോ? ഈശോ ജീവൻ കൊടുത്തും, സ്വന്തം ജീവൻ കൊടുത്തും സഭയാകുന്ന മണവാട്ടിയെ സ്നേഹിക്കുന്നു. സ്വന്തം ജീവൻ കൊടുത്തും സഭയാകുന്ന മണവാട്ടിയെ സ്നേഹിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ത്യാഗനിർഭരമായ സ്നേഹമാണ്, ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ടുള്ള ത്യാഗനിർഭരമായ സ്നേഹമാണ് പുതിയ നിയമത്തിലെ ഉടമ്പടിയുടെ കാതൽ. ഈ 2 ഉടമ്പടിയുടെ അർത്ഥങ്ങളും വിവാഹത്തെ സംബന്ധിച്ച് അർത്ഥപൂർണമാണ്. സ്വന്തം ബന്ധ അവബോധവും ത്യാഗനിർഭരമായ സ്നേഹവും വിവാഹ ഉടമ്പടിയിൽ ഉൾച്ചേർന്നിരിക്കുന്നു.
പഴയ നിയമ ഉടമ്പടിയുടെ ബന്ധം ഇപ്രകാരമാണ്: ഐ ആം യുവേഴ്സ് ആൻഡ് യു ആർ മൈൻ. ഞാൻ നിങ്ങളുടേതും നിങ്ങൾ എൻ്റേതും. പുതിയ നിയമത്തിലേത് യേശുവും സഭയും തമ്മിൽ ഐ ആം യുവേഴ്സ് ആൻഡ് യു ആർ മൈൻ ഈവൻ അറ്റ് ദ കോസ്റ്റ് ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവൻ കൊടുത്തുകൊണ്ട് പോലും നീ എൻ്റേതാണ്, ഞാൻ നിൻ്റേതാണ്. അങ്ങനെയുള്ള സ്നേഹനിർഭരമായ, ത്യാഗനിർഭരമായ സ്നേഹബന്ധം. വിവാഹ ഉടമ്പടി ഇങ്ങനെ പള്ളിയിലൊക്കെ ആയിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ് അല്ലേ? വിശുദ്ധ ഗ്രന്ഥത്തിൽ കൈവച്ചുകൊണ്ട് ഉള്ള ഉടമ്പടി വാഗ്ദാനം, പ്രതിജ്ഞ എടുക്കൽ. ഓക്കെ, ഏഴാമത്തെ പോയിന്റ്, വിവാഹ വിവരണത്തിലെ ഏഴാമത്തെ പോയിന്റ് വിവാഹത്തിൻ്റെ പരമമായ ലക്ഷ്യം ദമ്പതികളുടെ നന്മ, സന്താനോൽപാദനം, മക്കളുടെ ശിക്ഷണം അഥവാ വിദ്യാഭ്യാസം. ഈ 3 ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത്, അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ലക്ഷ്യം അതാണ്. അതിൻ്റെ അർത്ഥം, ഈ പരമമായ ലക്ഷ്യം ഇങ്ങനെ കൊടുത്തിരിക്കുന്നതിൻ്റെ അർത്ഥം, ഈ ലക്ഷ്യങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും സ്വന്തമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് വിവാഹത്തിലേക്ക് പ്രവേശിച്ചാൽ ആ വിവാഹവും കുടുംബജീവിതവും തകർന്നു പോകും. ഉദാഹരണങ്ങൾ, കേസുകളായിട്ട് ഞങ്ങളുടെ പക്കലുണ്ട്. ഈ ലക്ഷ്യങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ട് വിവാഹത്തിലേക്ക് വന്നാൽ, മറ്റെന്തെങ്കിലുമൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ചില ഉദാഹരണങ്ങൾ ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? വിദേശത്ത് പൗരത്വം കിട്ടാൻ വേണ്ടി കല്യാണം, കേസുകൾ ഉണ്ടായിട്ടുണ്ട്. സൗകര്യപൂർവ്വം ഒരു ജോലി തരപ്പെടുത്താനുള്ള സാധ്യത കല്യാണത്തിലൂടെ കിട്ടുന്നു, കേസുകൾ ഉണ്ടായിട്ടുണ്ട്. വീട്ടുജോലിക്ക് ഒരാളെ കിട്ടിയാൽ മതി, കേസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എൻ്റെ അമ്മയെ നോക്കാനും പാത്രം കഴുകുവാനുമാണ്. അമ്മയെ നോക്കാനും പാത്രം കഴുകുവാനും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് തകർന്നു പോകും. അവനൊക്കെ വിവാഹത്തെക്കുറിച്ച് എന്താ ചിന്തിച്ചിരിക്കുന്നത്? ഞാൻ കല്യാണം കഴിച്ചത് പാത്രം കഴുകാനും അമ്മയെ നോക്കാനും, വീട്ടുജോലിക്ക് ഒരാൾ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, വീട്ടുജോലിക്ക് ഒരാൾ. പിന്നെ സുരക്ഷിതത്തിനൊരു കൂട്ട്. ഒറ്റയ്ക്ക് താമസിച്ച് മടുത്തു. കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു സേഫ് ആക്കണം. ഒക്കെ അതിനൊരു കൂട്ട് വേണം. ശരിയായ വിവാഹത്തിന് ഈ ഘടകങ്ങളെല്ലാം ഉണ്ട്, ശരി തന്നെയാണ്. പക്ഷെ അത് പ്രധാനപ്പെട്ട കാര്യമാണ് മനസ്സിലാക്കിക്കൊണ്ട് വരുന്നത് തെറ്റാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് വിവാഹം കഴിച്ചാൽ അത് വിവാഹത്തെ പ്രതികൂലമായി ബാധിക്കും. സഭയുടെ കാഴ്ചപ്പാടിൽ വിവാഹം എന്ന് പറയുന്ന സംവിധാനത്തിന് എതിരായിട്ട് നിൽക്കുന്നു. അസാധുവായി തീരാമെന്ന് പറയുന്ന ഘട്ടം വരെ എത്തി നിൽക്കും ആ വിവാഹം. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാൻ ഈ ഇതര ലക്ഷ്യങ്ങളായിട്ട് ചേർത്തിരിക്കുന്നത്. സഭയെ പറയുന്ന ലക്ഷ്യം ദമ്പതികളുടെ നന്മ, സന്താനങ്ങളുടെ ഉൽപ്പാദനം, സന്താനങ്ങളെ ജനിപ്പിക്കണം ദൈവത്തിന് ഇഷ്ടമനുസരിച്ച്. പിന്നെ മക്കളെ ശിക്ഷണം, വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തണം. ജനറേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ദ ചിൽഡ്രൻ എന്ന് പറയുക. ജനറേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, ഗുഡ് ഓഫ് ദ സ്പൗസസ്, ദമ്പതികളുടെ നന്മ. ജനറേഷൻ ഓഫ് ചിൽഡ്രൻ, കുട്ടികളെ ജനിപ്പിക്കുക. ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ദ ചിൽഡ്രൻ, അവരുടെ ശിക്ഷണം അഥവാ വിദ്യാഭ്യാസം. ഈ 3 മെയിൻ കാര്യങ്ങളാണ് ലക്ഷ്യങ്ങളായിട്ട് സഭയുടെ വിവാഹ ക്രമത്തിലുള്ളത്. ഓക്കെ, ഈ 3 ലക്ഷ്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ല പിക്ചറാണ്, ഹൃദയസ്പർശിയായ ഒരു പിക്ചറാണ്. ഒരു വലിയ കൈ, അതിൻ്റെ അകത്ത് വേറൊരു കൈ, അതിൻ്റെ അകത്ത് വേറൊരു കുഞ്ഞു കൈ അല്ലേ? ഭർത്താവ്, ഭാര്യ, കുഞ്ഞ്, എല്ലാ സംരക്ഷണ വലയം. ഓക്കെ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞു വന്ന എല്ലാ പോയിന്റുകളും ചേർത്ത് വെച്ചുകൊണ്ട് വീണ്ടും നമുക്ക് ഈ വിവാഹ വിവരണത്തെ ഒന്ന് വായിച്ച് കേൾക്കാം. സൃഷ്ടികർത്താവ് സ്ഥാപിച്ച് തൻ്റെ നിയമങ്ങൾ കൊണ്ട് ക്രമപ്പെടുത്തിയിട്ടുള്ളതും സ്ത്രീയും പുരുഷനും തമ്മിൽ പിൻവലിക്കാൻ പാടില്ലാത്ത വ്യക്തിപരമായ സമ്മതത്താൽ സമ്പൂർണ്ണ പങ്കാളിത്ത ജീവിതത്തെ ഉളവാക്കുന്നതുമായ വിവാഹ ഉടമ്പടി അതിൻ്റെ സ്വഭാവത്താൽ തന്നെ ദമ്പതികളുടെ നന്മ, സന്താനങ്ങളുടെ ജനനം, അവരുടെ ശിക്ഷണം എന്നിവ ലക്ഷ്യം വയ്ക്കുന്നു. കത്തോലിക്ക വിവാഹത്തിൻ്റെ, ക്രൈസ്തവ വിവാഹത്തിൻ്റെ ഏറ്റവും സത്താപരമായ 2 കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. കത്തോലിക്ക സഭയുടെ വിവാഹമാണോ ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, സത്താപരമാണ്. ഇതില്ലെങ്കിൽ ക്രൈസ്തവ വിവാഹം, കത്തോലിക്ക വിവാഹം അല്ല. അതുകൊണ്ടാണ് സത്താപരം എന്ന് പറയുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായ ഇതിലേതെങ്കിലും ഒന്ന് പിൻവലിച്ചാൽ, ഇതിലേതെങ്കിലും ഒന്ന് മാറ്റിക്കളഞ്ഞാൽ കത്തോലിക്ക വിവാഹം അല്ല. അതുകൊണ്ടാണ് എസൻഷ്യൽ എലമെൻറ്റ്സ് അഥവാ സത്താപരമായ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഒന്ന്, ഏകത്വം അഥവാ ഏക ഭാര്യ ഏക ഭർത്താവ്, ഒരു ഭാര്യയും ഒരു ഭർത്താവും, ഏകത്വം, യൂണിറ്റി. അത് കത്തോലിക്ക വിവാഹത്തിൻ്റെ സത്താപരമായ അടിസ്ഥാനപരമായ ഒരു ഘടകമാണ്. രണ്ടാമത്തേത് അവിഭാജ്യത എന്ന് പറഞ്ഞാൽ വേർപെടുത്താനാവാത്ത അവസ്ഥ. ഒരിക്കൽ വിവാഹം കഴിച്ചു, തോന്നിയതുപോലെ വേർപെടുത്താൻ പറ്റാത്ത അവസ്ഥ, അവിഭാജ്യത, ഇൻഡിസൊല്യൂബിലിറ്റി, ദാറ്റ് കനോട്ട് ബി ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല, വേർപെടുത്തി വിടാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു പ്രത്യേകത, ഒരു സവിശേഷത കത്തോലിക്ക വിവാഹത്തിന് ഉണ്ട്. അപ്പോൾ ഏകത്വം, ഏകഭാര്യ ഭർത്തൃത്വം, അവിഭാജ്യത എന്ന് പറയുന്ന
ഈ രണ്ടാമത്തെ ഘടകം. ഏത് പാതിരായ്ക്ക് വിളിച്ചെഴുന്നേൽപ്പിച്ച് ചോദിച്ചാലും നിങ്ങൾ പറയണം, കത്തോലിക്ക വിവാഹത്തിൻ്റെ സത്താപരമായ രണ്ട് സവിശേഷതകൾ, ഏറ്റവും അടിസ്ഥാനപരമായ രണ്ട് സവിശേഷതകൾ, അതിൻ്റെ ഏകത്വം, പിന്നെ അതിൻ്റെ അവിഭാജ്യത. വിഭജിക്കാൻ പറ്റാത്ത അവസ്ഥ, അവിഭാജ്യത എന്ന് പറയുക. വിഭജിക്കാൻ പറ്റാത്ത അവസ്ഥ, അവിഭാജ്യത. വേർപെടുത്താൻ പറ്റില്ല എന്ന് നമ്മൾ പറയും. ഇതിനൊക്കെ കുറിച്ചുള്ള ഒത്തിരി കേസുകളും ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഇപ്പം നിങ്ങൾ അറിയണ്ട. ഇപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം കേട്ടാൽ മതി. എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നിങ്ങളതൊക്കെ അതിൻ്റെ വഴിക്ക് വിട്ടേച്ചാൽ മതി. ആരാണ് ഇന്നത്തെ കാലത്ത് കല്യാണം കഴിക്കാൻ പോണേ? നിനക്ക് സ്വതന്ത്രമായിട്ട് ജീവിച്ചുകൂടെ? എന്തിനാ ഒരു പെണ്ണിനെ തലയിൽ കെട്ടി വയ്ക്കുന്നത്? ഇടി, നീ ഇത്രയും വിദ്യാഭ്യാസമുള്ളവളല്ലേ, നിനക്ക് ഒറ്റയ്ക്ക് ജീവിച്ചുകൂടെ? അല്ലാതെ മനുഷ്യർ കഴിയുന്നുണ്ടല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ആധുനിക ചിന്താഗതികളൊക്കെ ചിലപ്പോൾ കടന്നു വന്നെന്ന് വരാം, നിങ്ങൾ കേട്ടെന്ന് വരാം. അതൊക്കെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക കേട്ടോ. ദൈവം സംവിധാനം ചെയ്തൊരു കാര്യമാണ് കുടുംബം എന്നുള്ള ചിന്ത മാത്രം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചാൽ മതി. വിവാഹത്തിൻ്റെ കൂദാശയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നില്ല. വിവാഹം ഒരു കൂദാശയാണെന്ന് നമുക്കറിയാം. വിവാഹം ഒരു കൂദാശയാകണമെങ്കിൽ അതിൻ്റെ നിയമപരമായ രണ്ട് വ്യവസ്ഥകളെക്കുറിച്ച് നമ്മൾ കേൾക്കേണ്ടിയിരിക്കുന്നു. നിയമപരമായ രണ്ട് വ്യവസ്ഥകൾ. വിവാഹം കൂദാശയാകണമെങ്കിൽ, എല്ലാ വിവാഹങ്ങളും കൂദാശയല്ല. പള്ളിയിൽ നടത്തപ്പെടുന്നതാണെങ്കിൽ പോലും എല്ലാ വിവാഹങ്ങളും കൂദാശയാകണമെന്നില്ല. കൂദാശയാകണമെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട നിയമവ്യവസ്ഥകളുണ്ട്. ഒന്ന്, ദമ്പതികൾ സാധുവായി മാമോദീസ സ്വീകരിച്ചിരിക്കണം. സാധുവായി മാമോദീസ സ്വീകരിച്ചിരിക്കണം. രണ്ട്, വിവാഹം സാധുവായി പരികർമ്മം ചെയ്യപ്പെടണം. സാധുവല്ലാത്ത മാമോദീസ ഉണ്ടോ? ഉണ്ട്. കത്തോലിക്ക സഭയുടേതല്ലാതെ ചില സഭാവിഭാഗങ്ങളോ ചില എക്ലേസിയൽ കമ്മ്യൂണിറ്റി, ചില സമൂഹങ്ങളൊക്കെ നടത്തുന്ന മാമോദീസ കത്തോലിക്ക സഭയെ സംബന്ധിച്ച് വാസ്തവമല്ല. കത്തോലിക്ക സഭയെ സംബന്ധിച്ച് വാസ്തവമായ മാമോദീസ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ മുക്കുന്നു എന്ന് പറയുന്ന ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ മാമോദീസ മുക്കുന്നവരുടെ മാമോദീസ മാത്രമേ കത്തോലിക്ക സഭയിൽ വാസ്തവമായിട്ടുള്ളൂ. അങ്ങനെ അല്ലാത്ത ചില സഭാവിഭാഗങ്ങളും ഉണ്ട്. അങ്ങനെ അല്ലാത്ത സഭാവിഭാഗങ്ങളിൽ നിന്ന് ആരെങ്കിലും കല്യാണം കഴിച്ച് കത്തോലിക്ക സഭയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ മാമോദീസ സ്വീകരിച്ചിട്ടാണ് സഭയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അപ്പോൾ അസാധുവാണെന്ന് കത്തോലിക്ക സഭ പറയുന്ന ഒരാളുടെ വിവാഹം സഭയിൽ നടത്തണമെങ്കിൽ, സഭയിൽ ചേർത്ത് നടത്തണമെങ്കിൽ ആദ്യം മാമോദീസ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ സാധുവായ മാമോദീസ കൂദാശപരമായ വിവാഹത്തിന് ഒരു വ്യവസ്ഥയാണ്. രണ്ടാമത്തേത്, വിവാഹം സാധുവായിരിക്കണം. സാധുവായ വിവാഹം നടത്തുമ്പോൾ മാത്രമേ കൂദാശയാവുകയുള്ളൂ. ഏതെങ്കിലും കാരണത്തിൽ അസാധുവായി പോകാവുന്ന വിവാഹം കൂദാശയല്ല. അത് പിന്നീട് മനസ്സിലാവുകയുള്ളൂ. പള്ളിയിൽ വെച്ച് എല്ലാ കാര്യങ്ങളും നടത്തി, എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് കൂദാശയുടെ ലക്ഷണങ്ങൾ മാത്രം പോരാ, ആന്തരിക കൗദാശിക ബന്ധമുണ്ടാകുന്ന വിവാഹമായിരിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ മാമോദീസ വാസ്തവമായിട്ട് സ്വീകരിച്ചിട്ടുള്ളവരും വിവാഹം സാധുവായിട്ട് നടന്നിട്ടുള്ളവരും അവരുടെ വിവാഹമാണ് കൂദാശ. മിശ്ര വിവാഹവും മതാന്തര വിവാഹവും ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ പ്രത്യേക ആവശ്യങ്ങൾ വരുമ്പോൾ മിശ്രവിവാഹം കത്തോലിക്ക സഭയല്ലാത്ത മറ്റ് ക്രൈസ്തവ സഭകളിൽപ്പെട്ടവർ, പ്രത്യേകിച്ച് ഓറിയൻ്റൽ സഭകളിൽപ്പെട്ടവർ കത്തോലിക്ക സഭയുമായിട്ടുള്ളവരുമായി നടത്തേണ്ടി വരുന്ന സാഹചര്യങ്ങളിലെ വിവാഹം മിശ്രവിവാഹമാണ്. ക്രിസ്തീയ സമുദായത്തിൽപ്പെടാത്ത മറ്റൊരാളും കത്തോലിക്കരുമായിട്ടുള്ള വിവാഹത്തെ മതാന്തര വിവാഹമെന്ന് പറയുന്നു. പ്രത്യേക സാഹചര്യത്തിൽ ചില രൂപതകളിൽ അതിന് അനുവാദം കൊടുക്കുന്നു. മേൽപ്പറഞ്ഞ വിവാഹ ബന്ധങ്ങൾ കത്തോലിക്ക സഭ നിരുത്സാഹപ്പെടുത്തുന്നു എങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ അത് അനുവദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വിവാഹത്തിൻ്റെ സാധുത. നിങ്ങളെല്ലാവരും വിവാഹം സാധുവായി നടത്തേണ്ടവരാണ്. അസാധുവായി ആരും വിവാഹം നടത്താൻ പാടില്ല. സാധുവായി വിവാഹം നടത്തണം. അസാധുവായ വിവാഹമാണ് ഒഴിവാക്കി വിടുക, വേർപെടുത്തി വിടുക. കൂദാശാപരമായി ബന്ധമുളവായിട്ടുള്ള വിവാഹം ഒരിക്കലും വേർപെടുത്തുന്നില്ല. കൂദാശാപരമായ ബന്ധം ഉളവാകാതെ പോയിട്ടുള്ള വിവാഹം സഭ നിർദ്ദേശിച്ചിട്ടുള്ള കാരണങ്ങളുടെ വെളിച്ചത്തിൽ അസാധുവാണെന്ന് പ്രഖ്യാപിക്കുന്നു രൂപതാ കോടതി വഴി. അപ്പോൾ സാധുവായ വിവാഹത്തിലേക്ക് വരാൻ ആണ് നമ്മളുടെ ചിന്ത. തിരുസഭ പ്രത്യേകം കടപ്പെടുത്തുന്നു, ഇടവക വികാരിമാർ, അജപാലകർ തങ്ങളുടെ മക്കൾ സാധുവായ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അങ്ങനെയെങ്കിൽ വിവാഹത്തിൻ്റെ സാധുതയെക്കുറിച്ച്, വിവാഹത്തിൻ്റെ അസാധുതയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിവാഹം സാധുവായി തീരാൻ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആവശ്യമാണ്. 1, കാനോനിക തിരുക്കർമ്മം അഥവാ കാനോനിക ക്രമം. 2,
കാനോനിക തടസ്സങ്ങളുടെ അഭാവം. 3, കാനോനിക ന്യൂനതകളില്ലാത്ത വിവാഹ സമ്മതം. എല്ലാം കാനോനികമാണ്. കാനന നിയമത്തിൽ, സഭയുടെ നിയമത്തിലുള്ളത് കൊണ്ട് അങ്ങനെ കാനോനികം എന്ന് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു വിവാഹം സാധുവായി തീരുവാൻ 3 പ്രധാനപ്പെട്ട പില്ലറുകളാണ്. പില്ലർ എന്ന് പറയാം, തൂണുകളാണ്. 1, കാനോനിക തിരുക്കർമ്മം അഥവാ കാനോനിക ക്രമം. 2, കാനോനിക തടസ്സങ്ങളുടെ അഭാവം. 3, കാനോനിക ന്യൂനതകളില്ലാത്ത വിവാഹ സമ്മതം. ഈ പറഞ്ഞത് തന്നെ മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ അഥവാ ഇങ്ങനെ ഇരിക്കും. എങ്ങനെ? അസാധുവാകാവുന്ന വിവാഹങ്ങൾ 3 ഗണം പൊതു കാരണങ്ങൾ. 1, കാനോനിക തിരുക്കർമ്മത്തിൻ്റെ തിരസ്കരണം വിവാഹത്തെ അസാധുവാക്കുന്നു. 2, ഒഴിവ് നേടാത്ത കാനോനിക തടസ്സങ്ങൾ വിവാഹത്തെ അസാധുവാക്കുന്നു. ചില തടസ്സങ്ങളിൽ നിന്ന് രൂപതാധ്യക്ഷൻ വഴി ഒഴിവ് നേടാം. അങ്ങനെ ഒഴിവ് നേടാതെ വിവാഹ തടസ്സങ്ങൾ വെച്ചുകൊണ്ട് വിവാഹം നടത്തിയാൽ ആ വിവാഹം അസാധുവായി തീരുന്നു. അതുകൊണ്ടാണ് ഒഴിവ് നേടാത്ത കാനോനിക തടസ്സങ്ങൾ വിവാഹത്തെ അസാധുവാക്കുന്ന ഒരു ഗണമാണ്. 3-ാമത്തേത് വിവാഹ സമ്മതത്തിലെ കാനോനിക ന്യൂനതകൾ. ഇത് വിവാഹത്തെ അസാധുവാക്കുവാൻ പോരുന്ന പൊതുഗണമാണ്. ഇപ്പം 3 പൊതുഗണം കാരണങ്ങളാണ് ഉള്ളത്. 3 പൊതുഗണം. ഇതിൽ ഓരോന്നിലും ചില കാര്യങ്ങൾ കൂടി ഉൾച്ചേർത്തിട്ടുണ്ട്. അത് പൊതുവായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തതിലേക്ക് പ്രവേശിക്കാം. എന്താണ് കാനോനിക ക്രമം തിരസ്കരിച്ചുകൊണ്ട് നടത്തുന്ന വിവാഹം എന്ന് പറയുന്നത്? കാനോനിക ക്രമം. കാനോനിക ക്രമം എന്ന് പറഞ്ഞാൽ, തിരുക്കർമ്മം എന്ന് പറഞ്ഞാൽ, സഭ നിർദ്ദേശിക്കുന്ന വിവാഹം ആശീർവദിക്കുവാൻ അധികാരമുള്ള വൈദികനും ആശീർവാദ പ്രാർത്ഥനകളും സാക്ഷികളും പിന്നെ ദമ്പതികളുമൊക്കെ ഉൾപ്പെടുന്ന ഒരു തിരുക്കർമ്മമുണ്ട്. ഇതെല്ലാം ചേരുന്ന തിരുക്കർമ്മത്തെയാണ് നമ്മൾ കാനോനിക ക്രമത്തിൽ നടത്തുന്ന വിവാഹം എന്ന് പറയുന്നത്. ഇതില്ലാതെ ഈ തിരുക്കർമ്മങ്ങൾ, കാനോനിക ക്രമം, ഈ ക്രമമില്ലാതെ നടത്തുന്ന ചില വിവാഹങ്ങൾക്ക് ഉദാഹരണമാണ് 1, രജിസ്റ്റർ വിവാഹം. കുദാശപരമായ ബന്ധമില്ല, രജിസ്റ്റർ വിവാഹം. മറ്റൊന്ന്, മറ്റു മതാചാരപ്രകാരം മാത്രം വിവാഹിതരാകുന്നു. 2 സമുദായത്തിൽപ്പെട്ടവർ, വേറൊരു സമുദായത്തിൽപ്പെട്ട ഒരാളാണ് കത്തോലിക്കനായിട്ടുള്ള ഒരാൾ, മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരാൾ ആ മതാചാരപ്രകാരം പോയിട്ട് വിവാഹം നടത്തുക എന്ന് വിചാരിക്കും. അത് കുദാശപരമായ ബന്ധമല്ല, അതിലെ തിരുക്കർമ്മമില്ല. കത്തോലിക്ക സഭയുടെ ഭാഗത്തുനിന്നുള്ള ക്രമമില്ല, കാനോനിക ക്രമമില്ല. പിന്നെ പ്രാദേശിക സംസ്കാരം അനുസരിച്ച് മാത്രം വിവാഹം നടത്തുക. എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ അങ്ങനെയാണ്, സഭയുമായി യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ. അപ്പോൾ അങ്ങനെ തിരുക്കർമ്മങ്ങൾ, ക്രമം, കാനോനിക ക്രമം, സഭ നിർദ്ദേശിച്ചിരിക്കുന്ന തിരുക്കർമ്മത്തെ അവഗണിച്ചുകൊണ്ട്, തിരസ്കരിച്ചുകൊണ്ട് ഒരു വിവാഹബന്ധം നടത്തുന്നത് അതൊരു കാനോനിക ക്രമമില്ലാത്ത വിവാഹമാണ്. അത് സഭ കൗദാശിക ബന്ധമായിട്ട് അംഗീകരിക്കുന്നില്ല. ക്രമത്തിൽ നടത്തുന്ന വിവാഹത്തിൻ്റെ ഒരു പിക്ചറാണ്. പിന്നെ കാനോനിക തടസ്സങ്ങൾ. നമ്മൾ പറഞ്ഞു കാനോനിക ക്രമമില്ലാത്ത, അതിനെ അവഗണിച്ചുകൊണ്ട് നടത്തുന്ന വിവാഹം അസാധുവായി തീരാം, അല്ലെങ്കിൽ കൗദാശിക ബന്ധമില്ലാത്ത വിവാഹമാകാം. 2-ാമത്തേത് ഒഴിവ് നേടാത്ത കാനോനിക തടസ്സങ്ങൾ. ആ തടസ്സങ്ങൾ വെച്ചുകൊണ്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടാൽ വിവാഹം അസാധുവായിട്ട് തീരാം. എന്തൊക്കെ തടസ്സങ്ങളാണുള്ളതെന്നുള്ളത് പൊതുവേ ഞാനൊന്ന് പറയാം. നമ്മളോട് പ്രായക്കുറവ് ഒരു തടസ്സമാണ്. പ്രായക്കുറവ് പുരുഷന്മാരെ സംബന്ധിച്ച് 21 വയസ്സും സ്ത്രീകളെ സംബന്ധിച്ച് 18 വയസ്സുമാണ് വിവാഹപ്രായം. അതിനേക്കാൾ കുറവുള്ള ഒരു വിവാഹം കഴിക്കാമെന്ന് വന്നാൽ അനുവദനീയമല്ല, അതൊരു തടസ്സമാണ് പ്രായക്കുറവ്. 2-ാമത്തേത് ലൈംഗിക സംയോഗത്തിലേർപ്പെടാനുള്ള കഴിവില്ലായ്മ. ലൈംഗിക ബന്ധത്തിലേർപ്പെടാനുള്ള കഴിവില്ലായ്മ, അത് ശാരീരികവും മാനസികവുമായ രീതിയിലുള്ള കഴിവ് ഇല്ലായ്മ, ഇംപൊട്ടൻസി, ലൈംഗിക ശേഷിക്കുറവ് എന്നൊക്കെ വിളിക്കുന്ന ഒരു സംഗതിയാണ്. അതിനും ചില വ്യവസ്ഥകളുണ്ട്. അത് എപ്പോഴാണ് തടസ്സമായി തീരുന്നത് എന്ന് പറഞ്ഞാൽ, വിവാഹത്തിന് മുൻപുണ്ടായിരിക്കുകയും വിവാഹത്തിൽ സമയത്തുണ്ടായിരിക്കുകയും വിവാഹശേഷം ചികിത്സിച്ച് മാറ്റാൻ പറ്റാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവത്തെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു വിവാഹ തടസ്സമായിട്ട് നിൽക്കുകയുള്ളൂ. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള കഴിവില്ലായ്മ ഈ സമയങ്ങളിലെല്ലാം ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ തടസ്സമായിട്ട് നിൽക്കുകയുള്ളൂ. വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കുന്നു, എന്നാൽ കുട്ടികളുണ്ടാകുന്നില്ല. സ്റ്റെറിലിറ്റി, അത് സ്റ്റെറിലിറ്റിയാണ്. ഇംപൊട്ടൻസിയും സ്റ്റെറിലിറ്റിയും വ്യത്യാസമുണ്ട്. കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല, കൗണ്ട് കുറവാണ്, പുരുഷ സ്പേമിൽ കൗണ്ട് കുറവാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളതിനെ സ്റ്റെറിലിറ്റി എന്നാണ് വിളിക്കുക. കുഞ്ഞുങ്ങളുണ്ടാകും, ബന്ധം പൂർണ്ണമാണ്, പക്ഷേ കുഞ്ഞുങ്ങളില്ല. അങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിൽ അത് വിവാഹ തടസ്സമല്ല. കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് കാരണം അത് കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്, സ്വതന്ത്രമായ ദാനമാണ്. നമുക്കത് അവകാശപ്പെടാൻ പറ്റില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടായാലേ വിവാഹം സാധുവാകുകയുള്ളൂ എന്ന് തിരുസഭയുടെ നിയമം കൊണ്ടുവന്നാൽ അത് ദൈവത്തിൻ്റെ നിയമത്തിന് എതിരാണ്. ദൈവത്തെ പോലും നമ്മൾ കുപ്പിയിലാക്കുന്ന രീതിയിലാണ് അങ്ങനെ വരുന്നത്. അത് പാടില്ല. ദൈവത്തിൻ്റെ ദാനം നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല, കുഞ്ഞുങ്ങൾ ദാനം. പക്ഷേ കുഞ്ഞുങ്ങളെ കിട്ടാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ, അതാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള കഴിവെന്ന് പറയുന്നത്. ആ സാധ്യതകൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. സാധ്യതകൾ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ വിവാഹം നടക്കാനിട വന്നാൽ
ആ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള കഴിവില്ലായ്മ തന്നെ ഒരു തടസ്സമായിട്ട് നിലകൊള്ളുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കറിയാം, അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ ഇന്ന് മെഡിക്കൽ വേൾഡും സ്പിരിച്വൽ വേൾഡും വളരെ അഡ്വാൻസ്ഡാണ്. മരുന്നുകളുടെ ലോകം, ചികിത്സകളുടെ ലോകം, ആധ്യാത്മിക ലോകം, കൗൺസിലിങ്ങും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് വളരെ അഡ്വാൻസ്ഡാണ്. നമുക്ക് അവലംബിക്കേണ്ട രീതികൾ ധാരാളമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ആരും ഒരിക്കലും നിരാശപ്പെടേണ്ടവരല്ല, ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടവരുമല്ല. എല്ലാം പരിഹരിച്ച് മുമ്പോട്ട് പോകാനുള്ള സാധ്യതകൾ ഒത്തിരിയുണ്ട്. അനുഭവങ്ങളും ഉദാഹരണങ്ങളും നിരത്തുവാനുണ്ട് എനിക്ക്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ അങ്ങനെ പറയുക. വിഷമിക്കേണ്ടതില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. അവ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള കഴിവില്ലായ്മ ഒരു വിവാഹ തടസ്സമാണ്. അതുപോലെ മൂന്നാമത്തേത്, നിലവിലുള്ള അല്ലെങ്കിൽ ഒരു മുൻ വിവാഹ ബന്ധം നിലവിലുണ്ടെങ്കിൽ അതൊരു തടസ്സമാണ്, മറ്റൊരു വിവാഹത്തിന് തടസ്സമാണ്. നിലവിലുള്ള വിവാഹ ബന്ധത്തെ അസാധുവാണെന്ന് പ്രഖ്യാപിക്കാതെ സിവിൽ കോടതിയിലും രൂപത കോടതിയിലും അസാധുവാണെന്ന് പ്രഖ്യാപിക്കപ്പെടാതെ മറ്റൊരു വിവാഹം അനുവദനീയമല്ല. മതവ്യത്യാസം ഒരു തടസ്സമാണ്. തിരുപ്പട്ടം, നിത്യബ്രഹ്മചര്യവ്രതം, തട്ടിക്കൊണ്ടുപോകൽ, ജീവിത പങ്കാളിയുടെ ഗൂഢാലോചന, കൊലപാതകം, ഇതൊക്കെ മറ്റൊരു വിവാഹത്തിന് തടസ്സമാണ്. രക്തബന്ധം എന്ന് പറഞ്ഞാൽ 4 തലമുറകൾക്കുള്ളിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹത്തിന് തടസ്സമുണ്ട്. സഭാ നിയമത്തിൽ 4 തലമുറകൾക്കുള്ളിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹത്തിന് തടസ്സമുണ്ട്. ബാക്കി അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ വികാരിയച്ചന്മാർ രൂപതാ കേന്ദ്രവുമായിട്ട് ആലോചിക്കുകയും വ്യക്തികളിൽ നിന്ന് അപേക്ഷ മേടിച്ചൊക്കെ ചെയ്ത് വേറെ ചില രീതിയിൽ അനുവദനീയമായ ബന്ധത്തിൽ വിവാഹം നടത്തി കൊടുക്കാനുള്ള അനുവാദം കൊടുക്കും. അത്രയും ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 4 തലമുറകൾക്കുള്ളിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹത്തിന് തടസ്സമുണ്ട് എന്ന് മാത്രം ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി. ചാർച്ചാബന്ധം, പൊതുമാന്യതയുടെ അടിസ്ഥാനത്തിൽ തടസ്സം, ആത്മീയ ബന്ധം, ദത്ത് വഴി ഉളവാകുന്ന ബന്ധം എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മറ്റു ചില തടസ്സങ്ങളും വിവാഹത്തിനായിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഈ പറഞ്ഞ തടസ്സങ്ങളിൽ നിന്ന് ചിലതിൽ നിന്ന് ഒഴിവ് കിട്ടും, ചിലതിൽ നിന്ന് ഒരിക്കലും ഒഴിവ് കിട്ടുകയില്ല. അപ്പോൾ അങ്ങനെ ഒഴിവ് കിട്ടാൻ സാധ്യതയുള്ള തടസ്സങ്ങളിൽ നിന്ന് ഒഴിവ് മേടിച്ചിട്ട് വേണം വിവാഹം നടത്തുവാൻ. അല്ലെങ്കിൽ അത് പിന്നീട് വിവാഹത്തിന് ശേഷം ശരിയായിക്കൊള്ളും എന്ന് പറയുന്നതും ശരിയല്ല. വിവാഹ തടസ്സങ്ങൾ വെച്ചുകൊണ്ട് നടത്തുന്ന വിവാഹം കൗദാശികമല്ലാതായി തീരാം, അത് അസാധുവായി തീരാം. കേസ് ബൈ കേസ് എടുത്ത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അസാധുവായി തീരാം എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ 2 കാര്യങ്ങളായി. 3 പൊതുഗണം കാരണങ്ങളിൽ ഒന്ന്, പിന്നെ കാനോനിക ക്രമമില്ലാതെ നടത്തുന്ന വിവാഹം സഭയുടെ മുൻപാകെ കൗദാശിക ബന്ധമില്ലാത്ത വിവാഹമാണ്. തടസ്സങ്ങൾ വെച്ചുകൊണ്ട് നടത്തുന്ന വിവാഹം അസാധുവായി തീരാം. മൂന്നാമത്തേത്, കാനോനിക ന്യൂനതകൾ വെച്ചുകൊണ്ടുള്ള വിവാഹ സമ്മതത്തിലെ ന്യൂനതകൾ. അതിലേക്ക് നമുക്ക് പോകാം. വിവാഹ സമ്മതത്തിലെ ന്യൂനതകൾ, മാനസിക രോഗം, മാനസിക ആരോഗ്യമില്ലാത്ത അവസ്ഥ. പിന്നെ അതിൽ രണ്ടാമത്തേത് പ്രധാനപ്പെട്ടതാണ്, കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ സാധ്യമല്ലാത്ത വിധത്തിൽ മാനസിക സ്വഭാവമുള്ള കാരണങ്ങൾ. കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ സാധ്യമല്ലാത്ത വിധത്തിൽ ഉള്ള മാനസിക സ്വഭാവമുള്ള കാരണങ്ങൾ. ഒരു ഉദാഹരണം, 1-2 ഉദാഹരണങ്ങൾ പറയാം, കാരണം അത് വളരെ പ്രകടമാണ് പല സ്ഥലങ്ങളിൽ. അതുകൊണ്ടാണ് മദ്യപാനത്തിൻ്റെ അടിമകൾ, അഡിക്ഷൻ. മദ്യപാനത്തിൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ പിന്നെ കയ്യിലൊരു 10 രൂപ കിട്ടിയാൽ ഉടനെ തന്നെ പോയി മദ്യം മേടിച്ച് കഴിച്ച് സ്വന്തം കാര്യം നടത്തുക. അടിമകളായിരിക്കും. അപ്പോൾ കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നടത്താൻ പര്യാപ്തമല്ലാത്ത വിധത്തിൽ മാനസിക സ്വഭാവം എത്തിച്ചേർന്നു. ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ലെവലാണ്. വല്ലപ്പോഴും മദ്യം കഴിക്കുന്നുള്ളതല്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സാധാരണമല്ലാത്ത രീതിയിലുള്ള ലൈംഗിക ബന്ധം മാത്രം മതി എന്ന് തൃപ്തിപ്പെടുന്നവരുടെ മാനസികാവസ്ഥ പറ്റാത്തതാണ്. സാധാരണമല്ലാത്ത രീതിയിലുള്ള ലൈംഗിക ബന്ധം പുരുഷന്മാരെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു കേസിലാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവൻ ചില സ്വകാര്യ വസ്തുക്കൾ കണ്ടുപിടിക്കുന്നു. ചില കമ്പനികളുമായി കരാറുണ്ടാക്കിയിട്ട് അവൻ്റെ വീട്ടിലേക്ക് പാഴ്സൽ വന്നുകൊണ്ടിരിക്കുന്നു. അവൻ്റെ ലൈംഗിക ബന്ധം മുഴുവനും ഈ ആർട്ടിഫിഷ്യൽ ഇൻസ്ട്രുമെൻ്റ് വഴിയാണ്, ഭാര്യയോടെടുത്ത ബന്ധമല്ല. അപ്പോൾ അവനെ സംബന്ധിച്ച് നോർമൽ ലൈംഗിക ബന്ധം ഒന്ന് നടത്താൻ പറ്റാത്ത വിധത്തിൽ അവൻ്റെ മാനസിക അവസ്ഥ അത്തരത്തിൽ എത്തിച്ചേർന്നു. നോക്കുക. അപ്പോൾ കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ സാധ്യമല്ലാത്ത വിധത്തിലുള്ള മാനസിക അവസ്ഥ. അങ്ങനെയുള്ള ഒരാൾ വിവാഹസമ്മതം നൽകിയാൽ അത് സമ്മതമല്ല. ആ അവസ്ഥ സമ്മതത്തിലെ ന്യൂനതയായിട്ട് കണക്കാക്കപ്പെടുന്നു. അറിവില്ലായ്മ, വിവാഹം എന്താണെന്നോ ആരൊക്കെ തമ്മിലാണ് വിവാഹം കഴിക്കേണ്ടതെന്നും ഒന്നും വ്യക്തതയില്ലാതെ വ്യക്തികൾ തമ്മിൽ പരസ്പരം കൊടുക്കുകയും നൽകുകയും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് വിവാഹത്തിലേത് എന്നൊക്കെയുള്ള യാതൊരു അറിവുമില്ലാതെ ഉള്ള ഒരു വിവാഹത്തിൽ ഏർപ്പെട്ടാൽ അത് സമ്മതത്തിലെ ന്യൂനതയായിട്ട് കണക്കാക്കും.
വിവാഹം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആജീവനാന്ത പങ്കാളിത്ത ജീവിതമാണെന്നും അത് ലൈംഗിക സഹകരണം വഴി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ ഉദ്ദേശിക്കപ്പെട്ടതാണെന്നും ഉള്ള അറിവില്ലായ്മയിൽ നൽകിയ വിവാഹം സമ്മതം ഒരു സമ്മതമല്ല. കുഞ്ഞുങ്ങൾ, അതൊക്കെ ഒത്തിരി കേസുകൾ അതിലുണ്ട്. ഒന്നും അറിയത്തില്ല, ഒന്നും അറിയില്ല എന്നാണ് പറയുക. അങ്ങനെ ആൾ സമ്മതം നൽകി ഒന്നും അറിയില്ലാത്ത ആളായിപ്പോയി. അറിവില്ലായ്മ, ഇഗ്നോറൻസ് എന്ന പേരിൽ ആ വിവാഹം അസാധുവായിട്ട് തീർന്നു. പിന്നെ വ്യക്തിമാറ്റം ഇപ്പോഴത്തെ കാലത്ത് സാധ്യമല്ല, എങ്കിലും സഭാ നിയമത്തിലുണ്ട്. ഉദ്ദേശിച്ച വ്യക്തിയെ അല്ലാതെ മറ്റൊരു വ്യക്തിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന അവസ്ഥ, അതൊക്കെ സമ്മതത്തെ വികലമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ചില ഗുണഗണങ്ങൾ ഒരു പങ്കാളിയിൽ ആഗ്രഹിച്ച, നിർബന്ധമായിട്ടും ഉദ്ദേശിച്ച ഗുണം ഉണ്ടായിരിക്കണം എന്ന് വിചാരിക്കുകയും ആഗ്രഹിക്കുകയും പിന്നീട് വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ഗുണങ്ങളൊന്നുമല്ലാത്ത മറു ഗുണങ്ങൾ, ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ ഇടവരുകയുമൊക്കെ ചെയ്താൽ സമ്മതം നൽകിയ വ്യക്തി ഇന്ന ഗുണം ഉദ്ദേശിച്ച്, വ്യവസ്ഥയല്ല, ഇന്ന ഗുണം നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ച് നൽകിയ ഗുണം ഉണ്ടെന്ന് പറയുകയുമൊക്കെ ചെയ്തിട്ട് പോലും പിന്നീട് വിവാഹ ജീവിതത്തിൽ കാണാതിരിക്കുമ്പോൾ ഗുണങ്ങൾ മാറിപ്പോയി, ഗുണഗണങ്ങൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥ. ഇതര പങ്കാളിയിൽ കൂട്ടുപങ്കാളി ഉദ്ദേശിച്ച് സമ്മതം നൽകിയ പ്രത്യേക ഗുണവിശേഷം ആ പങ്കാളി ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നൽകിയ വിവാഹ സമ്മതം ന്യൂനതയുള്ളതാണ്. മനസ്സിലാക്കാൻ കുറച്ച് വിഷമമുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഏറ്റവും അവസാനത്തെ പറഞ്ഞിരിക്കുന്നത് കപടസമ്മതമാണ്. കപടസമ്മതം അത് വിവാഹ സമ്മതത്തെ നെഗറ്റീവായിട്ട് ബാധിക്കും. കപടസമ്മതം വിവാഹത്തെ തന്നെയോ അതിൻ്റെ സത്താപരമായ ഏതെങ്കിലും ഘടകത്തെയോ ബോധപൂർവം ഒഴിവാക്കിക്കൊണ്ട് നൽകിയ വിവാഹ സമ്മതം കപടസമ്മതമാണ്. കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഒരു സ്ത്രീ വിവാഹ സമ്മതം നടത്തിയിരുന്നു. ഇപ്പോൾ ഇത് സമ്മതിക്കാൻ കുറച്ച് കഴിയുമ്പം വേറെ ആരെങ്കിലും കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സമ്മതം നൽകിയ പുരുഷൻ്റെ വിവാഹ സമ്മതം കപടസമ്മതമാണ്. ആന്ധ്രാപ്രദേശ് കല്യാണം കഴിച്ച് നാട്ടിൽ വന്നിട്ട് മാതാപിതാക്കന്മാർ ഏർപ്പെടുത്തിയ വിവാഹത്തിന് സമ്മതിക്കുകയും സമ്മതം നൽകിയപ്പോൾ ആ പങ്കാളിയെ ആദ്യം അവിടെ കല്യാണം കഴിച്ചിരിക്കുന്ന, രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിരിക്കുന്ന പങ്കാളിക്കാണ് ഈ കല്യാണ സമയത്ത് മനസ്സമ്മതം നൽകുകയും വിവാഹ സമ്മതം നൽകുകയും ചെയ്തു എന്ന് പറയുന്ന വ്യക്തിയുടെ സമ്മതം കപടസമ്മതമല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ആന്ധ്രയിൽ രജിസ്റ്റർ മാരേജ് നടത്തുകയും ഇവിടെ വന്നിട്ട് നാട്ടിൽ വന്നപ്പോൾ ഒന്നും അറിയാത്തവനെ പോലെ മാതാപിതാക്കൾ സെറ്റ് ചെയ്ത് കൊടുത്ത വിവാഹത്തിൽ ആ പെൺകുട്ടിയോട് സമ്മതം പറഞ്ഞപ്പോൾ ആ സമ്മതം അവൻ ഉദ്ദേശിച്ചത് ആന്ധ്രാപ്രദേശിൽ അവൻ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ അവനെ എന്ത് ചെയ്യണം? അതാണ് കപടസമ്മതം. ഓക്കെ, ഇത് വിവാഹ സമ്മതത്തെ ന്യൂനതയുള്ളതാക്കുന്ന കപടസമ്മതം. പിന്നെ നിർബന്ധവും ഭീഷണിയും മൂലം സമ്മതത്തിലേക്ക് കൊണ്ടുവന്ന ആ വിവാഹത്തിൻ്റെ സമ്മതം വികലമാണ്, ന്യൂനതയുള്ളതാണ്. നിർബന്ധം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു. ഈ സമ്മതത്തെ ഉളവാക്കുന്ന ഒരു കാര്യം പിന്നെ പെൺകുട്ടികളെ സംബന്ധിച്ചാണ്. കേസ് വന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. മാതാപിതാക്കന്മാരോ മുതിർന്ന സഹോദരങ്ങളോ നിങ്ങൾക്കൊരു വിവാഹാലോചന കൊണ്ടുവരുമ്പോൾ അവരോടുള്ള ഭയം കൊണ്ട്, അവരോടുള്ള ബഹുമാനം കൊണ്ട് ഇത് വേണ്ട എന്ന് പറയാൻ പറ്റുന്നില്ല. അതിനെ ബഹുമാനം കലർന്ന, എന്താണ് പറയുക, റെവറൻഷ്യൽ ഫിയർ, ബഹുമാനം മൂലം ഉളവാകുന്ന ഭയം, എനിക്കത് വേണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ വിവാഹത്തിന് താല്പര്യമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയെ അവരാലോചിച്ച് കൊണ്ടുവരുന്ന വ്യക്തിയെ താല്പര്യമില്ലായിരിക്കാം. പക്ഷെ അത് വേണ്ട എന്ന് പറയാൻ നിങ്ങളുടെ മാനസികാവസ്ഥ സമ്മതിക്കുന്നില്ല. കാരണം അവരോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട്. കൊണ്ടുവരുന്ന ആളോട്, അപ്പനോ അമ്മയോ ജ്യേഷ്ഠ സഹോദരങ്ങളോ ഒക്കെ കൊണ്ടുവരുന്ന അവരോട് നിങ്ങൾക്ക് കടപ്പാടുള്ളത് കൊണ്ട് അവർ കൊണ്ടുവരുന്ന ആലോചന വേണ്ടെന്ന് വെക്കാൻ പറ്റുന്നില്ല. അതിന് വിധേയപ്പെടുക. റെവറൻഷ്യൽ ഫിയർ, അങ്ങനെ നൽകുന്ന സമ്മതം ന്യൂനതയുള്ള സമ്മതമാണ്, പ്രശ്നമാണ്. കേസ് ഉണ്ടായിട്ടുണ്ട്, അതിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുക. ആ കേസിലെ ആ പെൺകുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ മമ്മി അപ്പച്ചൻ മരിച്ചുപോയി, മമ്മി എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്, അതുകൊണ്ട് കഷ്ടപ്പെട്ട് വളർത്തിയ മമ്മി കൊണ്ടുവന്ന ഈ ആലോചന എനിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റാതെ പോയി. മമ്മിയോട് എനിക്ക് ബന്ധമുണ്ട്, കടപ്പാടുണ്ട്, ബഹുമാനമുണ്ട്, അതുകൊണ്ട് പറ്റിയില്ല, വേണ്ടെന്ന് പറയാൻ പറ്റിയില്ല. പക്ഷേ ആ കല്യാണം 1 മാസത്തിനകം തകർന്നു. കേസ് അവസാനിപ്പിച്ചത് ഞാൻ തന്നെയാണ്. വിവാഹം അസാധുവാണെന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നു. ഈ തരത്തിലുള്ള സമ്മതമായിപ്പോയി. സ്നേഹമുള്ളവരെ, വിവാഹ സമ്മതത്തിലെ ന്യൂനതകൾ ബന്ധത്തെ ഇല്ലാതാക്കുന്നു, അസാധുവാക്കുന്നു. കൗദാശിക ബന്ധം ഇല്ലാതെ പോകുന്നു. കൗദാശിക ബന്ധം, കൂദാശപരമായ ബന്ധം ഇല്ലാതെ പോയ വിവാഹത്തെ അസാധുവാണെന്ന് സഭ ഡിക്ലെയർ ചെയ്യുന്ന രൂപതാ കോടതിയിൽ വഴി. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അസാധുവായി പോയിട്ടുള്ള ചില വിവാഹത്തെ സഭയുടെ നടപടിക്രമം വഴി സാധുവാക്കി മാറ്റാനും സാധിക്കും. സാധുവാക്കി മാറ്റാൻ സാധിക്കും. ദമ്പതികളുടെ സമ്മതം ഉണ്ടായാൽ മാത്രം മതി. സമ്മതമില്ലെങ്കിൽ അസാധുവായി പോയ വിവാഹത്തെ സാധൂകരിക്കാൻ സാധ്യമല്ല. എല്ലാറ്റിലും ദമ്പതികളുടെ സമ്മതം ഉണ്ടായിരിക്കണം. പിന്നീട് സാധുവാക്കണമെങ്കിൽ ഓക്കെ, വിവാഹത്തെ തട്ടിത്തെറിപ്പിക്കരുത് കേട്ടോ. ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ഏറ്റവും അവസാനമായിട്ട് സമാപിക്കുകയാണ്. ദൈവാനുഗ്രഹം നിറഞ്ഞ ദാമ്പത്യ ജീവിതം, സന്തോഷകരമായ ദാമ്പത്യ ജീവിതം, ഒരുപാട് പിള്ളേരൊക്കെയുള്ള ദാമ്പത്യ ജീവിതം, അതാണ് പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ഏറ്റല്ലോ. ഇനി നമ്മൾ തമ്മിൽ എവിടെ വെച്ചാൽ കാണുന്നറിയില്ല. അങ്ങനെ കാണുമ്പോൾ ഈ പറഞ്ഞ ജനക്കൂട്ടമൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം.
എല്ലാ നന്മകളും ആശംസിക്കുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഹറിബറി വെച്ച് പോയി, ഒരു 15 മിനിറ്റ് കൂടുതൽ എടുത്തെന്ന് എനിക്ക് തോന്നണം. ഓക്കെ, താങ്ക് യു കേട്ടോ, സന്തോഷം.